ഓക്കെ, ഹലോ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഫറൻസിയേഷനെ കുറിച്ചാണ്. എന്നാൽ ലിമിറ്റ്, കണ്ടിന്യൂറ്റി, ഡിഫറൻസിയേഷന്റെ കുറച്ച് ഇത് നമ്മൾ ചെയ്തായിരുന്നു. അതും എന്താണ്, നമ്മുടെ ലിമിറ്റിൽ തന്നെയാണ് ഡിഫറൻസിയേഷനെ കുറിച്ച് നമ്മൾ ചെയ്തത്. നമ്മുടെ എൽ ഹോപ്പിത്താൽ റൂള് വെച്ച്, അത് ഇമ്പോർട്ടന്റ് റൂളാണ്. അപ്പൊ അതെല്ലാം നോക്കിക്കോണം. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഫറൻസിയേഷനെ കുറിച്ചാണ്. ഡിഫറൻസിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡെറിവേറ്റീവ് തന്നെ വരും. നോക്കാം. അപ്പൊ നിങ്ങൾ ഈ ഡെറിവേറ്റീവ് എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാണ്. കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 0, എക്സ് റേസ് ടു, ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തതൊക്കെ തന്നെയാണ് ഇവിടെയും കിടക്കുന്നത്. എക്സ് റേസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് എക്സ് റേസ് ടു എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1. സൈൻ എക്സിൻ്റെത് കോസ് എക്സ്, കോസ് എക്സിൻ്റെത് മൈനസ് സൈൻ എക്സ്, ടാനിൻ്റെത് സീക്ക് സ്ക്വയർ, കോട്ടിൻ്റെത് മൈനസ് കൊസീക്ക് സ്ക്വയർ, സീക്കിൻ്റെത് സീക്ക് എക്സ് ടാൻ എക്സ്, കൊസീക്കിൻ്റെത് കൊസീക്ക് എക്സ് മൈനസ് കൊസീക്ക് എക്സ് കോട്ട് എക്സ്. അതേപോലെ മോഡ് എക്സിന്റെ അങ്ങനെ നമ്മൾ ഉപയോഗിക്കാറില്ല ഈ ഒരു ഡെറിവേറ്റീവ്. അപ്പൊ ഓർത്താൽ മതി എക്സ് ബൈ മോഡ് എക്സ് എന്ന് ഇത് പുതുതായിട്ട് നമ്മൾ നോക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇയാളെ ഒന്ന് അത്ര ഇമ്പോർട്ടന്റ് അല്ല എങ്കിൽ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മോഡ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എക്സ് ബൈ മോഡ് എക്സ് വരും. ഇനി കോസ് ഇൻവേഴ്സ്, ഇൻവേഴ്സ് ട്രിഗണോമെട്രി. അപ്പൊ ഇതിൽ നമ്മൾ മെജോറിറ്റി മിക്കവാറും നമുക്ക് കൂടുതൽ പ്രോബ്ലംസും ഈ ട്രിഗണോമെട്രി, ഇൻവേഴ്സിൻ്റെത്, ഇൻവേഴ്സ് ട്രിഗണോമെട്രി അതൊക്കെ കൂടുതൽ ചോദിക്കും. പിന്നെ പാരാമെട്രിക് ഇക്വേഷൻസ്, അത് നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ചതാണ്. അപ്പൊ കോസ് ഇൻവേഴ്സ് എക്സിന്റെ എന്താണ്, -1/√1 മൈനസ് എക്സ് സ്ക്വയർ. ഇനി d/dx ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്താണ്, 1/√1 മൈനസ് എക്സ് സ്ക്വയർ. ടാൻ ഇൻവേഴ്സിൻ്റെത് 1/1 പ്ലസ് എക്സ് സ്ക്വയർ. ആൻഡ് സൈൻ ഇൻവേഴ്സിൻ്റെ കിടപ്പുണ്ട്. സീക്ക് ഇൻവേഴ്സിൻ്റെത് 1/x√x² മൈനസ് 1. കൊസീക്കിന് മൈനസ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അടുത്തത് ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x. ഇ റേസ് ടു എക്സിൻ്റെത് ഇ റേസ് ടു എക്സ് തന്നെ. ഇനി ഇയാളെ നോക്കിയോ, ലോഗ് എക്സ്, ഓക്കെ, ടു ദ ബേസ് എ ബേസ് ആയിട്ട് വരുമ്പോൾ നമ്മൾ എന്ത് എഴുതും, ഈ എക്സ് ഇങ്ങ് വെളി വരും, 1/x. അതാണ് സാധാരണ ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ്. പിന്നെ നമ്മൾ ഒരാളെ കൂടെ കൂട്ടും, ln a എന്നും കൂടെ ഇടും. ഇനി ലോഗ് 10x, ലോഗ് എക്സ് ടു ദ ബേസ് 10ന്റെ ഡെറിവേറ്റീവ് 1/x എന്താണ്, ആ ഒരു ലോഗരിതവും കൂടെ ലോഗ് 10 ടു ദ ബേസ് e എന്നും. ഇവിടെ ln എന്ന് വെച്ചാൽ എന്താണ്, ln എന്ന് പറയുന്നത് നമ്മുടെ നാച്ചുറൽ ലോഗരിതം ആയിരുന്നു, അതിന്റെ ബേസ് e ആണ്. അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ln എന്നിട്ട് ഇവിടെ നമുക്ക് ln 10 എന്നും നമുക്ക് പറയാമായിരുന്നു. അടുത്തത് ഇയാളെ നമ്മൾ അധികം യൂസ് ചെയ്യാറില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് ഫോക്കസ് ചെയ്യണം. നമ്മൾ ഓൾറെഡി ഇവിടെ മോഡ് എക്സിന്റെ ഒരെണ്ണം നോക്കിയായിരുന്നു. അപ്പൊ ഇവിടെ എന്താണ്, അടുത്തത് റൂട്ട് എക്സിൻ്റെത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, 1/2√x. അതേപോലെ എക്സ് റേസ് ടു എക്സിന്റെയും നിങ്ങൾ നോക്കിക്കോ, ഇത് നമ്മൾ ഡിറൈവ് ഒക്കെ ചെയ്യും. ഡിറൈവ് അല്ല, എളുപ്പം വേറൊരു മാർഗമുണ്ട്. ഇൻ കേസ് നിങ്ങൾ മറന്നുപോയാൽ കണ്ടുപിടിക്കാം, നമ്മൾ ലേറ്റർ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പൊ എക്സ് റേസ് ടു എക്സ് ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ്. ഓക്കെ, ഇനി അടുത്ത ഒരാളെയും കൂടെ ഉണ്ട്, ഡെറിവേറ്റീവ് ഓഫ് 1/x -1/x². ഇതൊക്കെ നിങ്ങൾ ഓർത്തിരുന്നോണം. അടുത്തതിലോട്ട് പോവാം. ഇനി പാരാമെട്രിക് ഫംഗ്ഷൻ, പാരാമെട്രിക് ഫോമിലുള്ള ഫംഗ്ഷന്റെ ഡിഫറൻസിയേഷനെ കുറിച്ചാണ്. അതായത് നമുക്ക് തരുന്ന എക്സ് എന്ന് പറയുന്നത് വേറൊരു വേരിയബിളിലായിരിക്കും, y എന്ന് പറയുന്നത് വേറൊരു വേരിയബിളിൽ ഒരു ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ്, ഇതിനെ വിളിക്കുന്ന പേരാണ് പാരാമെട്രിക് ഫോം. ഓക്കെ, അതായത് ടി ഈസ് റെപ്രസെന്റഡ് ഓർ ഡിനോട്ടഡ് ഇൻ ടേംസ് ഓഫ് എക്സ്, എക്സ് ഈസ് ഡിനോട്ടഡ് ഇൻ ടേംസ് ഓഫ് ടി ആണ്. അപ്പൊ അതാണ് പാരാമെട്രിക് ഫോം എന്ന് പറയുന്നത്. അപ്പൊ പാരാമെട്രിക് ഫോമിലെ ഡെറിവേറ്റീവ് dy/dx കണ്ടുപിടിക്കാൻ ഒന്നുമില്ല, നമുക്ക് വൈയുടെ വില ഒരെണ്ണം കാണുമല്ലോ, അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക വിത്ത് റെസ്പെക്ട് ടു ടി. ഓക്കെ, എന്നിട്ട് dx/dt എക്സിന്റെ ഡെറിവേറ്റീവ് എടുക്കുക വിത്ത് റെസ്പെക്ട് ടു ടി. എന്നിട്ട് അവ തമ്മിൽ അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ പെട്ടെന്ന് അങ്ങ് ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞുതരാം. അടുത്തത് നോക്കിക്കോ, ഇതിൽ മിക്കവാറുള്ള ട്രിക്കുകളൊക്കെയാണ് കേട്ടോ. അപ്പൊ ഈ ട്രിക്ക് എല്ലാം നിങ്ങൾ നന്നായിട്ട് നോക്കിയിരുന്നു. അപ്പൊ നോക്കിക്കേ, നമ്മുടെ ഫംഗ്ഷൻ y എന്ന് പറയുന്ന ഫംഗ്ഷൻ തരുന്നതെന്ന് വെച്ചാൽ കുറെ റൂട്ട് ഫംഗ്ഷന്റെ അഡീഷൻ ആയിട്ടായിരിക്കും. ഇങ്ങനെ ഒരെണ്ണത്തിനകത്ത് വീണ്ടും ഒരു റൂട്ട് ഫംഗ്ഷൻ ആഡ് ചെയ്ത് പോകുന്നു, അതിനകത്ത് വീണ്ടും റൂട്ട് ഫംഗ്ഷൻ ആഡ് ചെയ്ത് പോകുന്നു, ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ അങ്ങ് പോകുന്നു. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഒന്നുമില്ല, നിങ്ങൾ ഡെറിവേറ്റീവ്
ഡെറിവേറ്റീവിന്റെ മറ്റൊരു നൊട്ടേഷനാണ് വൈ ഡാഷ് എന്ന് പറയുന്നത്. അപ്പൊ ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കുക ഒന്നുമില്ല, എന്ത് ചെയ്താൽ മതി, ഈ ഫംഗ്ഷൻ ഏതാണെന്ന് നോക്കുക. ഓക്കെ, അതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് വെക്കുക, ഡിവൈഡ് ബൈ 2y മൈനസ് 1. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇതാ നോക്കിക്കേ, നമ്മുടെ ഒന്നാമത്തെ ചോദ്യം റൂട്ട് ലോഗ് എക്സ് പ്ലസ് റൂട്ട് ലോഗ് എക്സ് പ്ലസ് റൂട്ട് ലോഗ് എക്സ് പ്ലസ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതാ ഈ ലോഗ് എക്സ് അല്ലേ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയേക്കുന്നത്. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ലോഗ് എക്സ് ആണ്. അപ്പൊ നമ്മൾ ഡെറിവേറ്റീവ് വൈ ഡാഷ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി നോക്കിക്കേ, മണ്ടയ്ക്ക് എഴുതുന്നത് ആ ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് അങ്ങ് നിങ്ങൾ എഴുതി കൊടുത്താൽ മതി. അപ്പൊ ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x എന്ന് വരും, ഡിവൈഡഡ് ബൈ ജസ്റ്റ് ഒന്നുമില്ല, നമ്മൾ 2y മൈനസ് 1 എന്ന് ഇട്ട് കൊടുത്താൽ മതി. ഈ y എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ദാ ഈ ഒരാളെ ആണെന്നും കൂടെ ഓർത്തോണം. ദാ ഇയാളാണ് നമ്മുടെ y, സോറി, ഇയാളാണ് നമ്മുടെ y. അപ്പൊ ചോദ്യത്തിൽ മിക്കവാറും ഇങ്ങനെ കാണത്തുള്ളൂ കേട്ടോ. അപ്പൊ ഇതിനകത്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ എക്സ് ഇങ്ങ് ഡിനോമിനേറ്ററിൽ വരത്തില്ലേ, അപ്പൊ നമുക്ക് എന്തായാലും 1/x ഇൻറ്റു 2y മൈനസ് 1 എന്ന് വരും. മനസ്സിലായോ? ഇങ്ങനെയാണ് ഈ ഫോമിലുള്ള ചോദ്യങ്ങൾ ചെയ്യുന്നത്. ഓർത്തിരുന്നോണേ, എന്താണ് എഫ് ഡാഷ് ഓഫ് എക്സ്, നമ്മുടെ ഫംഗ്ഷൻ ഏതാണോ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് അതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ്. അതിന്റെ ഡെറിവേറ്റീവ് ഡിവൈഡ് ബൈ എന്താണ് 2y മൈനസ് 1 എന്നങ്ങ് നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ട്രിക്ക്. അപ്പൊ ഇതേ കൂട്ടത്തെ വേറൊരു ചോദ്യങ്ങളുണ്ട്, അപ്പൊ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ, റൂട്ട് കോസ് സ്ക്വയർ എക്സ് പ്ലസ് റൂട്ട് കോസ് സ്ക്വയർ എക്സ് പ്ലസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. ഓക്കെ, എക്സെട്ര. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ ഏതാണ് ഈ സെക്കൻഡ് കേസില് പറഞ്ഞേ, സെക്കൻഡ് കേസിലെ ഫംഗ്ഷൻ പറഞ്ഞേ, എല്ലാരും ഉറങ്ങുവാന്നോ ഉച്ച കഴിഞ്ഞിട്ട്? വെരി ഗുഡ്, കോസ് സ്ക്വയർ എക്സ് ആണ്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഇതിന്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിച്ച് വില ഒന്ന് നോക്കിയേരെ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാം. അടുത്ത ട്രിക്കാണ്, നമ്മൾ മറ്റേത് റൂട്ടിനകത്ത് കണ്ടിന്യൂ ചെയ്ത് പോയല്ലേ, ഇത് നമുക്ക് പവറിൽ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. ഓക്കെ, പവറിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. അതായത് ഒരു എഫ് ഓഫ് എക്സിന്റെ പവർ ആയിട്ട് ആ എഫ് ഓഫ് എക്സ് വരുന്നു, വീണ്ടും എഫ് ഓഫ് എക്സിനെ കണ്ടിന്യൂ ചെയ്തങ്ങ് പോകുന്നു. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നമ്മുടെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് നമുക്ക് രണ്ട് ഫോമിൽ എഴുതാം, രണ്ട് രീതിയിൽ എഴുതാം. അത് നമ്മൾ ഓപ്ഷൻ അനുസരിച്ചാണ് ഏതാണ് നോക്കുന്നത്. നോക്കിക്കോ, വൈ സ്ക്വയർ ഡിവൈഡ് ബൈ 1 മൈനസ് ലോഗ് വൈ ഇൻറ്റു, ഇത് രണ്ടിടത്തും ഏകദേശം കോമൺ ആണ്. ഓക്കെ, ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ്, ഈ കിടക്കുന്ന ഏതാണോ ഫംഗ്ഷൻ അതിന്റെ ഡെറിവേറ്റീവ് ഡിവൈഡ് ബൈ ആ ഫംഗ്ഷൻ. ഓക്കെ, ഇതാണ് നമ്മുടെ നൊട്ടേഷൻ, വൈ സ്ക്വയർ ബൈ ലോഗ് 1 മൈനസ് ലോഗ് വൈ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ എഫ് ഓഫ് എക്സ്. മറ്റേ നൊട്ടേഷൻ എന്താണെന്ന് നോക്കേ, വൈ ഡാഷ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് വൈ സ്ക്വയർ രണ്ടിടത്തും കോമൺ ആയിരുന്നു, ഇത് 1 മൈനസ് ഇവിടെ ലോഗ് വൈ ആയിരുന്നു, ഇവിടെ ഞാൻ എന്തെഴുതുന്നു വൈ ലോഗ് എഫ് ഓഫ് എക്സ്. അതായത് ഈ ഫംഗ്ഷൻ ഏതാണ് അത് കൊണ്ടുവന്ന് ഇവിടെ ഇടും. ഓക്കെ, ഓപ്ഷനിൽ ഇവിടെ ഒരു ഫംഗ്ഷൻ ആണ് കിടക്കുന്നതെങ്കിൽ ഈ ഒരു നൊട്ടേഷൻ ആണ് നമ്മൾ എടുക്കുന്നത്, ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ എഫ് ഓഫ് എക്സ്. ഓക്കെ, ഇത് രണ്ടും പഠിച്ചു വെച്ചേരെ, നമ്മുടെ ഓപ്ഷൻ ഏതാ അതനുസരിച്ച് യൂസ് ചെയ്താൽ മതി. ഇവിടെ മാറ്റം ആർക്ക് മാത്രമേ ഉള്ളൂ, ഈ ലോഗ് വൈയുടെ ടേംസിന് മാത്രമേ ഉള്ളൂ ആ ഒരു മാറ്റം. ഇവിടെ 1 മൈനസ് ലോഗ് വൈ ആയിരുന്നു, ഇവിടെ എന്താണ് 1 മൈനസ് വൈ ലോഗ് എഫ് ഓഫ് എക്സ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ആ ഒരു ചേഞ്ച് മാത്രമേ നമുക്ക് ഇവിടെ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നോക്കിക്കോ, നമ്മുടെ ഫംഗ്ഷൻ y എന്ന് പറയുന്നത് സൈൻ എക്സ് റേസ് ടു സൈൻ എക്സ് റേസ് ടു സൈൻ എക്സ് എക്സെട്ര. നമ്മുടെ ഫംഗ്ഷൻ ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ആരെയാണ്, സൈൻ എക്സിനെ അല്ലയോ നമ്മൾ ഇങ്ങനെ പവർ എടുത്ത് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് എന്ന് നമ്മൾ പറയും. ഓക്കെ, ഇനി നമുക്ക് വേറെ ഒന്നും വേണ്ട, ദാ ഈ ഒരു ഇക്വേഷനിൽ കൊണ്ടങ്ങ് ഇട്ട് കൊടുത്താൽ മതി, എയ്തർ ഇത് അല്ലെങ്കിൽ ഇത്. ഓക്കെ, അപ്പൊ നോക്കിക്കോ, വൈ ഡാഷ് ഈസ് ഈക്വൽ ടു ആദ്യത്തെ ടേം വൈ സ്ക്വയർ മൈനസ് 1 ബൈ വൈ സ്ക്വയർ ബൈ 1 മൈനസ് ലോഗ് വൈ ഇൻറ്റു മണ്ടയ്ക്ക് ഡെറിവേറ്റീവ് അല്ലേ എഫ് ഡാഷ്,
നമ്മുടെ സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും പറഞ്ഞേ? cos x. വെരി ഗുഡ്. കോസ് എക്സ് ബൈ താഴെ കിടക്കുന്നത് അതേ ഫംഗ്ഷൻ അങ്ങ് എടുത്ത് എഴുതുവല്ലേ, സൈൻ എക്സ്. ഇവിടെ നിങ്ങൾക്ക് ഇതിനെ എന്ത് വിളിക്കാം? cot x. വെരി ഗുഡ്. 1 മൈനസ് ലോഗ് വൈ ഇൻറ്റു കോട്ട് എക്സ് എന്ന് നമുക്ക് വിളിക്കാം. ഓക്കെ, നമ്മൾ ഈ ഫോമിൽ എഴുതുവാണെങ്കിൽ, രണ്ടാമത്തെ ഫോമിൽ എഴുതുകയാണെങ്കിൽ നോക്കിക്കോണേ, ഇങ്ങോട്ട് എഴുതാം. സെക്കൻഡ് ഫോമിൽ എഴുതുവാണെങ്കിൽ നമ്മൾ വൈ സ്ക്വയർ, വൈ ഡാഷ് എന്ന് പറയുന്നത് വൈ സ്ക്വയർ ബൈ 1 മൈനസ് വൈ. നോക്കിക്കേ, ലോഗ് എഫ് ഓഫ് എക്സ് അല്ലേ, എന്ന് വെച്ചാൽ ലോഗ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നമ്മുടെ സൈൻ എക്സ് ആണ്. അപ്പൊ ലോഗ് സൈൻ എക്സ് ഇൻറ്റു എന്നിട്ട് എന്താണ് ഡെറിവേറ്റീവ് അങ്ങ് എഴുതിയാൽ മതി. എന്താണ്? കോസ് എക്സ് ബൈ സൈൻ എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ ബൈ 1 മൈനസ് വൈ ലോഗ് സൈൻ എക്സ് ഇൻറ്റു കോട്ട് എക്സ് എന്ന് വരും. ഓക്കെ, ആ താഴത്തെ ഡിനോമിനേറ്റഡ് ടേമിൽ ആ ലോഗിന്റെ സ്ഥലത്ത് മാത്രമേ എന്തോ വരുന്നുള്ളൂ, ഒരു ചേഞ്ച് വരുന്നുള്ളൂ, ബാക്കിയെല്ലാം റിമൈൻസ് സെയിം ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ട്രിക്ക് നോക്കി വെച്ചോണേ, പവർ ആയിട്ട് പോകുന്നത്. ഇനി നിങ്ങൾക്കറിയാം ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ നമ്മൾ പ്ലസ് ടുവിൽ കേട്ടിട്ടുള്ളതാണ്. അതായത് നമുക്ക് എക്സിനെയും വൈനെയും ഒക്കെ ഉണ്ടല്ലോ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത, ഓക്കെ, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഫംഗ്ഷൻസിനാണ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ സൈൻ എക്സ് വൈ പ്ലസ് വൈ പ്ലസ് എക്സ് ഈക്വൽ ടു 0. ഇവിടെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം, പക്ഷെ ഈ സൈനിനകത്താണ് നമ്മുടെ എക്സ് വൈ കിടക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇങ്ങനത്തെ ഫംഗ്ഷൻസ് ആണ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് കണ്ടുപിടിക്കാനുള്ള ഒരു ട്രിക്കാണ്. നോക്കിക്കോ, നമ്മൾ എന്ത് ചെയ്താൽ മതി, ഡി വൈ ബൈ ഡി എക്സ് അഥവാ വൈ ഡാഷ് കണ്ടുപിടിക്കാൻ നമ്മുടെ ഫംഗ്ഷൻ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ എങ്കിൽ ഈ ഫംഗ്ഷനെ നമ്മൾ ഫസ്റ്റ് എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കും. എന്ന് വെച്ചാൽ എന്താണെന്നറിയോ, നമ്മൾ എക്സിനെ വെച്ച് ഡെറിവേറ്റീവ് എടുക്കും. അതായത് എക്സിന്റെ ടേംസ് ഉള്ളതിനെ എല്ലാം ഡെറിവേറ്റീവ് എടുക്കും. ആരെ കോൺസ്റ്റന്റ് ആവും? അപ്പം ടേക്കിംഗ് വൈ ആസ് എ കോൺസ്റ്റന്റ്. വൈ ഉള്ള ടേം ഉണ്ടല്ലോ അതിനെ കോൺസ്റ്റന്റ് ആക്കി എടുത്തുകൊണ്ട് എക്സ് വെച്ച് ഡെറിവേറ്റീവ് എടുക്കും. ഡിവൈഡ് ബൈ എഫ് ഡാഷ് ഓഫ് വൈ. ഇവിടെ എന്താണ്, വിത്ത് റെസ്പെക്ട് ടു വൈ വെച്ച് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കും. ഓക്കെ, ടേക്കിംഗ് എക്സ് ആസ് എ കോൺസ്റ്റന്റ്, എക്സ് കോൺസ്റ്റന്റ് ആക്കി വെച്ചോണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്യണമെങ്കിൽ എന്താ കണ്ടീഷൻ എന്നറിയോ? ഈ ഈക്വൽ ടു 0, അതായത് ഒരു ഫംഗ്ഷൻ നമ്മൾ ഇപ്പം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 2x പ്ലസ് 2y ഇങ്ങനെയൊക്കെയാ കിടക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയോ? ഇയാളെ എല്ലാം പിടിച്ച് ഇപ്പുറത്തിടണം. മനസ്സിലായോ? അതായത് നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2x മൈനസ് 2y ഈക്വൽ ടു 0 എന്ന രൂപത്തിലേക്ക് ആക്കണം. ഇതാണ് നമ്മുടെ പ്രൈമറി ഫോം അഥവാ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു ഫോമുല ഉപയോഗിക്കാൻ. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നമ്മൾ ഇനി വൈ ഡാഷ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി എന്നറിയോ? നമ്മൾ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ്, അതായത് എക്സ് വെച്ച് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കണം. അപ്പൊ 3x³ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്ത് വരും പറഞ്ഞേ, എന്റെ കൂടെ പറ. 3x³ ഡെറിവേറ്റീവ് 3x². ഓക്കെ, ഇനി നമ്മൾ വൈ ഒറ്റയ്ക്കുള്ള ടേം ആണെങ്കിൽ അതിനെ അങ്ങ് കോൺസ്റ്റന്റ് ആക്കി എടുക്കും. ഓക്കെ, പ്ലസ് നമ്മൾ എക്സ് വെച്ചാണ് മണ്ടയ്ക്ക് ഡെറിവേറ്റീവ് എടുക്കുന്നത്. അപ്പൊ y³ എന്ന് പറയുന്നത് ഇവിടെ ഒരു കോൺസ്റ്റന്റ് ആണ് നമ്മൾ എക്സ് വെച്ച് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ. അപ്പൊ y³ ഡെറിവേറ്റീവ് എന്ത് വരും? 0. വെരി ഗുഡ്, 0 വരും. ഓക്കെ, എക്സിനെ വെച്ച് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമ്മുടെ y എന്ന് പറയുന്നത് ഈ ഒരു കണ്ടീഷനിലാണ് y എന്ന് പറയുന്നതിനെ കോൺസ്റ്റന്റ് ആക്കി വെക്കും. പ്ലസ് 2xy, അവിടുത്തെ ഡെറിവേറ്റീവ് എന്ത് വരും? 2y. വെരി ഗുഡ്, 2y. ഇവിടെ എക്സിന്റെ ടേം ഇല്ലേ? അപ്പൊ നമ്മൾ സാധാരണ എന്താണ് 3x ഡെറിവേറ്റീവ് എടുക്കുന്നത് എങ്ങനെയാണ്? 3x 3 അല്ലേ ഡെറിവേറ്റീവ്? അതേ ഫോം ആണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. അപ്പൊ എക്സിന്റെ ഡെറിവേറ്റീവ് 1, അപ്പൊ 2y ഇൻറ്റു 1 എന്ന് വരും. അഥവാ 2xy ഡെറിവേറ്റീവ് 2y പ്ലസ് സൈൻ y ഡെറിവേറ്റീവ് എന്ത് വരും? എന്ത് വരും? 0. വെരി ഗുഡ്, 0 വരും. ഓക്കെ,
വൈയുടെ ടേം ആണ്, അപ്പം എക്സ് വെച്ചായതുകൊണ്ട് 0 വരും. ഇനി ഇയാൾ എന്തുവരും കോൺസ്റ്റന്റ് അല്ലേ, അയാളുടെ വില 0 ആയിട്ട് തന്നെ പോകത്തില്ലേ, ഡിവൈഡഡ് ബൈ. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണ്, നേരെ തിരിയും. എന്താ, y വെച്ച് ഡെറിവേറ്റീവ് എടുക്കും, എക്സിനെ കോൺസ്റ്റന്റ് ആക്കി നിലനിർത്തും. നോക്കിക്കോ, ഇവിടെ എക്സ് കോൺസ്റ്റന്റ് ആണെന്ന് ഓർത്തോണേ, ഇവിടെ എക്സ് ക്യൂബ് ആണ് വരുന്നത്. അപ്പം ഡെറിവേറ്റീവ് എന്ത് വരും വിത്ത് റെസ്പെക്ട് ടു y? 0. വെരി ഗുഡ്, 0 വരും. ഓക്കെ, ഓർത്തോണം, y വെച്ചെടുക്കുമ്പോ എക്സുകളെ കോൺസ്റ്റന്റ് ആക്കും. ഇനി അടുത്ത ആരാ, y ക്യൂബ് വരും, അതിന്റെ ഡെറിവേറ്റീവ് 3y² വരും. ഇനി അടുത്ത എന്താ, 2xy, അതിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും പറഞ്ഞേ? 2x. വെരി ഗുഡ്, 2x. ഇവിടെ നമ്മള് y-നെയാണ്, y വെച്ചാണ് ഡെറിവേറ്റീവ് എടുക്കുന്നത് താഴെ വരുമ്പോൾ. ഓക്കെ, അപ്പം y വെച്ച്, y-യുടെ ഡെറിവേറ്റീവ് 1 ആയിട്ട് വരും. അപ്പൊ 2x ഇൻറ്റു 1 വരും, 2x വരും. ഇനി സൈൻ y, അതിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? y വെച്ചാണ് ഡെറിവേറ്റീവ് എടുക്കുന്നത്. cos y. അപ്പൊ വെരി ഗുഡ്, പ്ലസ് കോസ് y. ഇനി -100, അയാളെ നമുക്ക് 0 എന്നങ്ങ് എഴുതാലോ, കോൺസ്റ്റന്റ് ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്താൽ 3x² പ്ലസ് 0 എല്ലാം പോയി കഴിഞ്ഞാൽ 2y ഡിവൈഡ് ബൈ 3y² പ്ലസ് 2x പ്ലസ് കോസ് y. ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. ഇപ്പൊ നിങ്ങൾ ഒരു ഇച്ചിരി പ്രാക്ടീസ് ആകുമ്പോൾ പെട്ടെന്ന് ഡയറക്റ്റ് നമുക്ക് ഈ ഡെറിവേറ്റീവ്, മണ്ടയ്ക്ക് ഡെറിവേറ്റീവ് എടുക്കുന്നത് ചെയ്യാൻ പറ്റും. ഒരു കാര്യം കൂടെ ഉണ്ടേ, ഇവിടെ ഒരു മൈനസ് എന്ന് പറയുന്ന ആളും കൂടെ ഉണ്ട്. ആ മൈനസിനെ ഇടാൻ മറക്കല്ലേ കേട്ടോ, ഒരു മൈനസും കൂടെ ഉണ്ട്. ഓക്കെ, മൈനസ് ഓഫ് എഫ് ഡാഷ് ഓഫ് എക്സ്, മൈനസ് ഓഫ് എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ എഫ് ഡാഷ് ഓഫ് വൈ. മനസ്സിലായോ? മണ്ടയ്ക്ക് നമ്മൾ എക്സ് വെച്ച് ഡെറിവേറ്റീവ് എടുക്കും. ആരെ കോൺസ്റ്റന്റ് ആകും? ടേക്കിംഗ് വൈ എസ് കോൺസ്റ്റന്റ്. ഓക്കെ, ഇനി താഴേല് y വെച്ച് ഡെറിവേറ്റീവ് എടുക്കും. അതായത് y ഉള്ള ടേമിനെ മാത്രമേ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കത്തുള്ളൂ. ബാക്കി എക്സും കോൺസ്റ്റന്റും ഒക്കെ ഉണ്ടെങ്കിൽ 0 ആയി പോകും. അത് എന്താണ്, എക്സ് കോൺസ്റ്റന്റ് ആക്കി എടുത്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നത്. മനസ്സിലായ മക്കളെ ഈ ഒരു ഇത്? അടുത്തലോട്ട് പോവാണേ. മനസ്സിലായേ? ഇംപ്ലിസിറ്റ് നമുക്ക് അല്ലാതെയും ചെയ്യാം. അത് കുറച്ച് സ്റ്റെപ്പ് വരുന്നോണ്ടാണ് ഇത്. നമുക്ക് ഡയറക്റ്റ് ഡെറിവേറ്റീവ് എടുത്തെടുത്ത് അങ്ങ് പോയാൽ മതിയല്ലോ, മണ്ടയ്ക്കും താഴെ. അതുകൊണ്ടാണ് ഇത് പറഞ്ഞു തന്നെ. ഇനി അടുത്ത ട്രിക്ക് നോക്കാം. നോക്കിക്കോ, നമുക്ക് a ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് ബി ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് ബി ഡിവൈഡ് ബൈ സി ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് ഡി എന്ന രൂപത്തിൽ കിടക്കും. ഒരു എക്സാമ്പിള്, 2 sin x plus 3 divided by 2 sin x, 2 വേണ്ട, ഒരു 4 sin x minus 2. ഇങ്ങനെയൊക്കെ കിടക്കുന്ന ഫങ്ഷൻസ് കാണും. അപ്പൊ നമ്മൾ സാധാരണ ഇവിടെ എന്താണ് യൂസ് ചെയ്യാറുള്ളത്? ഏത് റൂളാ യൂസ് ചെയ്യാറുള്ളത് ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ? നമുക്ക് എന്തൊക്കെ റൂൾ ഉണ്ട്? പ്രോഡക്റ്റും ഉണ്ട്, കോഷ്യന്റും ഉണ്ട് അല്ലെ? ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്? കോഷ്യന്റ് റൂൾ. അപ്പൊ അതൊക്കെ ഓർത്തോണേ. പ്രോഡക്റ്റ് റൂൾ ഒക്കെ ഓർമ്മയുണ്ടോ? പറയണോ? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. രണ്ട് ഫങ്ഷൻസ് ഉണ്ട്. ഓക്കെ, എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും. ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് എന്താണ്, ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ്. ഓക്കെ, ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ്, ഇങ്ങനെ പറഞ്ഞാലും മതി, സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഓൾട്ടർനേറ്റ് ആയിട്ട് ഡെറിവേറ്റീവ് കൊടുക്കും, മൾട്ടിപ്ലൈയും ചെയ്യും. ഓക്കെ, ജി ഓഫ് എക്സ് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ്. ഇനി ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എന്തായിരുന്നു? ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ. എങ്ങനെയായിരുന്നു പറയുന്നത്? ഡിനോമിനേറ്റർ ഇൻറ്റു, വാക്യത്തിൽ അങ്ങ് പറയാം, ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ. ഓക്കെ, മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ.
ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് റൂളും കോഷ്യന്റ് റൂളും. ഇതൊന്ന് ഓർത്ത് വെച്ചോണേ. ക്ലിയർ ആണോ? പറയുവാണേ. നോക്കിക്കോ, നമ്മൾ ഈ ഒരു സാധാരണ കേസിൽ നമ്മൾ എന്താ യൂസ് ചെയ്യാറുള്ളത്? സാധാരണ ഈ പറയുന്ന കേസിൽ ഞാൻ ഇപ്പൊ എഴുതിയ ആ ഒരു ഫംഗ്ഷനെ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ സാധാരണ നമ്മൾ എന്ത് യൂസ് ചെയ്യും? നമ്മുടെ കോഷ്യന്റ് റൂളൊക്കെ യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതെന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. നോക്കിക്കോ, കോഷ്യന്റ് റൂളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോന്നിന്റെ ഒക്കെ ഡെറിവേറ്റീവ് എടുത്തൊക്കെ പോകണ്ടേ? ഇതിന് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഈ കോഎഫിഷ്യൻസ് ഉണ്ടല്ലോ, ഈ കോഎഫിഷ്യൻസ് തമ്മിൽ നമ്മുടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങ് എഴുതിയാൽ മതി. നമ്മുടെ ഡിറ്റർമിനന്റ് എഴുതുന്ന കൂട്ട്. ഓക്കെ, അത്രയൊന്നും നോക്കാൻ പോകണ്ട. ഇത് നോക്കിക്കേ, 2 ഇൻറ്റു -2 മൈനസ് എന്താ 3 ഇൻറ്റു 4. ഇതല്ലേ ക്രോസ് ചെയ്ത് എഴുതുന്നത്? ക്രോസ് ചെയ്യുമ്പോൾ ഡിറ്റർമിനന്റിനെ ഓർത്താൽ മതി. ഈ ഒരാൾക്കാരെ ക്രോസ് ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു, മൈനസ് ഈ ഒരാളെ. ഓക്കെ, ഡിവൈഡഡ് ബൈ നമ്മൾ ഈ ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ അങ്ങ് എഴുതണം. ഓക്കെ, 4 sin x -2 ദ ഹോൾ സ്ക്വയർ അല്ലേ? സ്ക്വയർ ഇൻറ്റു എന്താ നമ്മുടെ ഫംഗ്ഷൻ ആരാ ഇവിടെ? നമ്മുടെ എഫ് ഓഫ് എക്സ്. ഒരു മിനിറ്റ്. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. നോക്കിക്കോ, കുഴപ്പമില്ലേ? ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ എഴുതുന്നു ഇൻറ്റു നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്ന ആരാ ഇവിടെ? നമ്മുടെ ഫംഗ്ഷൻ ആരായി കിടക്കുന്നത്? നമ്മളിവിടെ sin x പ്ലസ് 2 ഇൻറ്റു sin x പ്ലസ് 3. ആരാണ് കോമൺ ആയിട്ട്? sin x അല്ലേ നമ്മുടെ ഫംഗ്ഷൻ. അപ്പൊ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് sin x. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ sin എക്സിന്റെ ഡെറിവേറ്റീവ് അങ്ങ് എഴുതിയാൽ മതി. എന്താ sin എക്സിന്റെ ഡെറിവേറ്റീവ്? cos x. ഓക്കെ, ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ മതി. എന്താണ്? -4. ഇത് -4 ആണ്. എന്തൊരു ഇത് -7 വരും, വിച്ച് ഇസ് ഈക്വൽ ടു എന്തൊരു -11 cos x ബൈ 4 sin x -2 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, നമ്മൾ സാധാരണ എന്താ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ അങ്ങനെ ചെയ്ത് പോകേണ്ട കാര്യമില്ല. ഇത് വെച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ അതേപോലെ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. നോക്കിക്കോ, y ഈക്വൽ ടു x പ്ലസ് 1 ഡിവൈഡ് ബൈ x മൈനസ് 1. ഇവിടെ നമ്മുടെ ഫംഗ്ഷന്റെ അടുത്ത് കിടക്കുന്ന ആരാണ്? എഫ് ഓഫ് എക്സ് ആരാണ്? പറഞ്ഞേ. ആ, എക്സ് ആണ്. കാരണം രണ്ടിടത്ത് നോക്കേ, ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു ഒരു ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇതിനെ നമുക്ക് 1x എന്ന് എഴുതിക്കൂടെ? മനസ്സിലായോ? ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? y ഡാഷ് എന്ന് പറയുന്നത് ഈക്വൽ ടു
നമ്മൾ ഈ കിടക്കുന്ന കോൺസ്റ്റന്റ് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് നിങ്ങൾക്ക് മനസ്സിൽ ചെയ്യാവുന്നതല്ല ഉള്ളു. 1 ഇൻറ്റു -1 എന്ത് വരും? -1. 1 ഇൻറ്റു ഈ ഒരാളെയും കൂടെ കണക്കാക്കണം. അപ്പൊ 1 ഇൻറ്റു -1 എന്ന് വരും. മൈനസ് എന്താണ് ഈ കിടക്കുന്ന ആള് 1 ഇൻറ്റു 1. ഓക്കെ, അതെടുത്തിട്ട് നമ്മൾ ഡിവൈഡഡ് ബൈ ഈ താഴെ കിടക്കുന്ന ഡിനോമിനേറ്റർ ആരാ? x-1 അല്ലേ? അതിനെ അങ്ങ് സ്ക്വയർ ചെയ്താൽ മതി. ഇൻറ്റു. ഓക്കെ, ഇനി നമ്മുടെ ഫംഗ്ഷൻ ആരാ? എക്സ് അല്ലേ? ആ എക്സിന്റെ ഡെറിവേറ്റീവ് അങ്ങ് എഴുതിയാൽ മതി. എന്തോ എക്സിന്റെ ഡെറിവേറ്റീവ് 1. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരും? -1 -1 കൂടെ ചേർന്ന് 2 വരും. 2 ഇൻറ്റു 1 എന്താ? 2 തന്നെ അല്ലേ? -2 തന്നെ അല്ലേ? എന്താണ്? x-1 ദ ഹോൾ സ്ക്വയർ. അപ്പൊ എന്താ ആൻസർ? അതാ ഓപ്ഷൻ ബി ആണ് ആൻസർ. മനസ്സിലായോ? നമുക്ക് ഇത് വെച്ചും നമ്മുടെ കോഷ്യന്റ് റൂളിനെ നമുക്ക് ഒരു ചേഞ്ച് വരുത്തിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, താഴേലും മണ്ടയിലും നമുക്ക് ഇങ്ങനെ ഒരാളെ കണ്ടുപിടിക്കാൻ സാധിക്കണം. ഓക്കെ, ചില കേസിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. അതായത് ചില കേസിൽ ഇങ്ങനെ എടുക്കും, 3 ഡിവൈഡ് ബൈ sin x പ്ലസ് 4. ഓക്കെ, ഇങ്ങനെ കിടന്നാല് നമുക്കിവിടെ 3നെ എനിക്ക് 0 sin x പ്ലസ് 4 എന്ന് എഴുതിക്കൂടെ? പിടികിട്ടിയോ മക്കളെ? 0 sin x പ്ലസ് 3 എന്ന് വെച്ചാൽ നമ്മള് ഇപ്പൊ ഡിഫറെന്റ് ഫങ്ഷൻസ് ആണ് മണ്ടയ്ക്കും താഴേക്കും കിടക്കുന്നത് എങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. മണ്ടയിലും താഴേലും എന്ത് വരണം? സെയിം ഫങ്ഷൻ വരണം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കണം. പിടികിട്ടിയോ? റെസ്പോണ്ട് ചെയ്യണേ, ചെയ്യായോണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഒരു ട്രിക്ക്. അത് കോഷ്യൻ റൂളിന് പകരം ഉപയോഗിക്കാം. പക്ഷെ മണ്ടയിലും താഴെയും എന്താണ്? സെയിം ഫങ്ഷൻ വരണമെന്നേ ഉള്ളൂ. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കിക്കോ. നമുക്ക് 2 ഫങ്ഷൻസ് കാണും. ഓക്കെ, ഒരു ഫങ്ഷന്റെ മണ്ടയ്ക്ക് മറ്റൊരു ഫങ്ഷൻ വരും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫോം നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ നോക്കിക്കോ, നമ്മുടെ m⁻n ഡെറിവേറ്റീവ് എടുക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഈ m⁻n നമ്മൾ അതേപോലെ അങ്ങ് എഴുതും. ഓക്കെ, ഈ എമ്മും എന്നും ഫങ്ഷൻസ് ഓഫ് എക്സ് ആണ്. ഓക്കെ, നോക്കെ m and n ആർ ഫങ്ഷൻസ് ഓഫ് എക്സ്, അത് ഓർത്തിരുന്നോണം. ഇനി m⁻n അതേപോലെ നമ്മൾ എഴുതിയിട്ട് നമ്മൾ ഇനി അടുത്ത എന്ത് എഴുതും? ദാ ഈ മണ്ടയ്ക്ക് കിടക്കുന്ന n എഴുതും, താഴെ m എഴുതും. ഓക്കെ, ആ റിലേഷൻ കൊണ്ടുവരല്ലോ. മണ്ടയ്ക്ക് ആ പവറിനെ എടുത്ത് മണ്ടയ്ക്കിടും, എന്താ ബേസിനെടുത്ത് താഴെ ഇടും, ഇൻറ്റു m' ആ ബേസിന്റെ എന്ത്? ഡെറിവേറ്റീവ് പ്ലസ് എന്താണ്? ലോഗ് ഓഫ് m. ഓൾറെഡി m' എടുത്തു. ഇനി നമുക്ക് ആരെ എടുക്കാനുള്ള? n-ന്റെ ഡെറിവേറ്റീവ് ആണ്. അപ്പം n' കൊടുക്കുമ്പോൾ നമുക്ക് എന്താ? m-ന് നമ്മൾ ലോഗറിതം അപ്ലൈ ചെയ്യുന്നു. പിടികിട്ടിയോ? ഇതാണ് നമ്മുടെ ഫോർമുല. ഓക്കെ, ഇത് വെച്ച് നമുക്ക് ഒരു എക്സാമ്പിൾ ചെയ്യാം. ഇത് നമ്മൾ x⁻x നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. എന്തായിരുന്നു x⁻x ഡെറിവേറ്റീവ്? നേരത്തെ എഴുതിയായിരുന്നു നമ്മള്. ആ ഇൻട്രോ ഭാഗത്ത് ഞാൻ പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടോ? x⁻x ഡെറിവേറ്റീവ് എന്താണ്? x⁻x ഇൻറ്റു, ഓർമ്മയുണ്ടോ? 1 പ്ലസ് ലോഗ് എക്സ് ആണ്. ഓക്കെ, ഇത് ഈ ഒരു ഫോർമുല വെച്ച് നമുക്ക് ഡിറൈവ് ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം. d/dx ഓഫ് x⁻x എന്ന്. ഇൻ കേസ് ഇത് നിങ്ങൾ മറന്നു പോയെന്നിരിക്കട്ടെ. അപ്പൊ നോക്കിക്കേ, നമ്മൾ ആ ഫംഗ്ഷനെ അതേപോലെ അങ്ങ് എടുത്തെഴുതാം, x⁻x. ഇവിടെ നിങ്ങൾ പറഞ്ഞ m-ന്റെ വില എന്തോ മക്കളെ? m എന്തുവാ? താഴെ കിടക്കുന്ന ബേസ് ഫംഗ്ഷൻ എക്സ്. n എന്ന് പറയുന്ന പവർ ഫംഗ്ഷൻ, അതെന്താ ഇവിടെ? എക്സ് ആണ്. അപ്പൊ ഇവിടുത്തെ കേസിൽ നമുക്ക് കുഴപ്പമില്ല, രണ്ടും സെയിം ആയതുകൊണ്ട്. ഓക്കെ, ഇൻറ്റു. ഇനി നിങ്ങൾ ഓർത്താൽ മതി, ഈ മണ്ടയ്ക്ക് കിടക്കുന്ന ആളെ പിടിച്ച് മണ്ടയ്ക്ക് എഴുതുക, ഡിവൈഡ് ബൈ താഴെ കിടക്കുന്ന ആളെ പിടിച്ച് താഴെ എഴുതുക, ഇൻറ്റു. നിങ്ങൾ ഈ എമ്മും എന്നും എന്താണെന്നൊന്ന് മനസ്സിലോർത്തോടെ. ഈ m-ന്റെ ഡെറിവേറ്റീവ്, ഇവിടെ m എന്ന് പറയുന്ന എക്സ് അല്ലേ? അപ്പൊ എക്സിന്റെ ഡെറിവേറ്റീവ് പ്ലസ് ലോഗരിതം ഓഫ് m-ന്റെ വില, m എന്താണ്? എക്സ് ആണ്, ഇൻറ്റു n എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പൊ ഇവിടെ x'. അപ്പൊ എന്തൊരു ആൻസർ? x⁻x ഇൻറ്റു എക്സും വെട്ടിപ്പോയി. ഇനി എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. അപ്പൊ ഈ ടോട്ടൽ ആദ്യത്തെ ടേം എനിക്ക് 1 എന്ന് പറഞ്ഞൂടെ?
എക്സും എക്സും വെട്ടിപ്പോയി, എക്സിന്റെ ഡെറിവേറ്റീവ് അപ്പൊ 1 ഇൻറ്റു 1 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 1 പ്ലസ് ഇനി എക്സിന്റെ ഡെറിവേറ്റീവ് ഇവിടെ ഉണ്ട്, അത് 1 അല്ലേ, അപ്പൊ ലോഗ് എക്സ് ഇൻറ്റു 1 എന്ന് വരും. അപ്പൊ എനിക്ക് എന്ത് എഴുതാം, ലോഗ് എക്സ് എന്ന് എഴുതിയാ പോരെ. ഇതല്ലേ നമ്മുടെ ഈ കിടക്കുന്ന ആൻസർ. ഓക്കെ, ഇവിടെ കിട്ടിയോ ഇത്, ഈ ഒരു ട്രിക്ക്. എമ്മും എന്നും എഴുതുക, ജസ്റ്റ് ഈ ഒരു നൊട്ടേഷൻ ഓർത്തിരുന്നാൽ മതി. എം റൈസ് ടു എൻ ഞാൻ അത് എഴുതി. അങ്ങനെയാണെങ്കിൽ ഈ എന്നിനെ എടുത്ത് മണ്ടയ്ക്ക് കിടക്കുന്ന ആളെ പിടിച്ച് മണ്ടയ്ക്ക് എഴുതി, താഴെ കിടക്കുന്ന ആളെ പിടിച്ച് താഴെ എഴുതി, ഇൻറ്റു ആദ്യം നമ്മൾ എം ആണ്, എമ്മിന്റെ ഡെറിവേറ്റീവ് എടുത്തു, പ്ലസ് ഇനി എമ്മിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ നിങ്ങൾക്ക് അടുത്തത് എന്നിന്റെ ഡെറിവേറ്റീവ്, ഇങ്ങനെ നമുക്ക് എഴുതാലോ, എന്നിന്റെ ഡെറിവേറ്റീവ് വേണം, ഇൻറ്റു ബാക്കിയുള്ള എമ്മിനെ പിടിച്ച് ഞാൻ ലോഗറിതത്തിന് കൊടുത്തു. ഓക്കെ, അത് റിലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാം. മനസ്സിലായോ? അടുത്ത ഇതൊക്കെ നോക്കിക്കോണേ. എന്റെ ഡെറിവേറ്റീവ്. ഓക്കെ, നമ്മുടെ അടുത്ത് പറയുന്നു 40ാമത്തെ ഡെറിവേറ്റീവ്, 40th ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ. നമ്മൾ പഠിച്ചത് എവിടംവരെയാണ്, y2 വരെയൊക്കെ നമ്മൾ പഠിച്ചോളൂ. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഒക്കെ നമ്മൾ പഠിച്ചോളൂ. nth ഓർഡർ ഡെറിവേറ്റീവ് ഒക്കെ കണ്ടുപിടിക്കാൻ നമ്മൾ n ടൈംസ്, 40 എന്ന് പറയുമ്പോൾ 40 തവണ എഴുതുന്ന കുത്തിയിരുന്ന് ചെയ്യേണ്ടി വരും. അപ്പൊ അതിനൊരു ട്രിക്കാണ്, നോക്കിക്കേ. നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സിന്റെ പവർ എക്സ് റേസ് ടു എൻ എന്ന രൂപത്തിൽ കിടക്കുന്നതാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ആറാമത്തെ എന്താണ് ഡെറിവേറ്റീവ് ആണ് ചോദിച്ചിരിക്കുന്നത് എങ്കിൽ, ഓക്കെ, ആർത്ത് ഡെറിവേറ്റീവ് ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ അതിനെ എനിക്ക് എങ്ങനെ എഴുതാം, എഫ് ആർ ഓഫ് എക്സ് എന്ന് എഴുതാം. അതാണ് ആർത്ത് ഡെറിവേറ്റീവ്. പിടികിട്ടിയല്ലോ. അതെന്ത് ചെയ്താൽ മതി, എൻ പി ആർ, ആറിന്റെ വിലയും കാണും എന്നിന്റെ വിലയും കാണും, അതുകൊണ്ട് പേടിക്കണ്ട, ഇൻറ്റു എക്സിന് പവർ എന്ത് ചെയ്യുന്നു, എൻ മൈനസ് ആർ അങ്ങ് കൊടുത്താൽ മതി. പിടികിട്ടിയോ? ഒരു എക്സാമ്പിളിലൂടെ ചെയ്യാം. നോക്കിക്കോ, y ഈക്വൽ ടു എക്സ് റേസ് ടു 100, നമ്മുടെ അടുത്ത് y റേസ് ടു ഓർ y20 കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നു. ഓക്കെ, y20 എന്ന് പറയുന്നത് 20th ഡെറിവേറ്റീവ് ആണ്. ഓക്കെ, ഇങ്ങനെ നമ്മൾ y20 ഇങ്ങനെ എഴുതും. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമുക്കിവിടെ n എന്ന് പറയുന്നത് 100 ആണ്, r എന്ന് പറയുന്നത് 20 ആണ്. ഈ ഇക്വേഷനിൽ കൊണ്ട് ഇട്ട് കൊടുത്താൽ പോരെ, എന്താണ് 100 p 20, ഓക്കെ, എക്സ് റേസ് ടു n മൈനസ് ആർ, അത് നമ്മൾ അങ്ങ് മൈനസ് ചെയ്താൽ മതി, 100 മൈനസ് 20 ഏതാണ് 100 p 20 എക്സ് റേസ് ടു 80 വരും. ഓക്കെ, ഇത് നിങ്ങൾ എൻ പി ആർ, നമ്മുടെ എൻ പി ആർ പഠിച്ചതല്ലേ പെർമ്യൂട്ടേഷൻ, അതെന്താണ് n ഫാക്ടോറിയൽ ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ ആണ്. ഇപ്പൊ ഓപ്ഷനിൽ ഇങ്ങനല്ല കിടക്കുന്നതെങ്കിൽ നമ്മൾ ഈ ഒരു ഫാക്ടോറിയൽ അങ്ങ് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മതി, അതായത് പെർമ്യൂട്ടേഷൻ എന്ത് വരും, 100 ഫാക്ടോറിയൽ n ഫാക്ടോറിയൽ ബൈ ഇവ തമ്മിൽ മൈനസ് ചെയ്താൽ മതി, n മൈനസ് ആർ ഫാക്ടോറിയൽ. ഓക്കെ, 100 ഫാക്ടോറിയൽ ബൈ 100 മൈനസ് 20 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് റേസ് ടു 80. ഈ കിടക്കുന്ന ആള് തന്നെ ആയിരിക്കും ഈ താഴെ വരുന്നത്, അങ്ങനെ ഓർത്താലും മതി. അപ്പൊ 100 ഫാക്ടോറിയൽ ബൈ 80 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് റേസ് ടു 80. പിടികിട്ടിയോ? ഇങ്ങനെയാണ് എന്ത് ആർത്ത് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നിങ്ങളോടൊരു ചോദ്യം, എല്ലാവരും ഒന്ന് ഉണരട്ടെ. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് റേസ് ടു 10 ആണ്. നിങ്ങളുടെ അടുത്ത് പറയുന്നു F11 ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ. എന്തൊരു ആൻസർ? ഒരിക്കലും വരത്തില്ല കേട്ടോ. പിയുടെ വില എന്ന് പറയുന്നത് ആറിനേക്കാൾ, അതായത് പി ആയിരിക്കും എൻ ആയിരിക്കും വലിയ വില. ഓക്കെ, നിങ്ങളൊരു ഇത് വെച്ചാലും മതി. ഒരു സിമ്പിൾ ഒരു ഇത് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ്. ഓക്കെ, ഓട്ടെ, എക്സ് എടുക്കാം. ഓക്കെ, ഞാൻ എഫ് ഡാഷ് ഓഫ് എക്സ് ഒന്നാമത്തെ ഡെറിവേറ്റീവ് ഞാൻ കണ്ടുപിടിച്ചു. വില എന്തോരും മക്കളെ? എക്സ് ഇത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, ഒരാൾ പറഞ്ഞു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്, ഞാൻ ഒരു എക്സാമ്പിളിലൂടെ പറയുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആകുമ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 1 വരും. ഇനി ഞാൻ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിച്ചു, എന്ത് വരും? ഒന്നുകൂടെ ഡെറിവേറ്റീവ് എടുത്ത് 0 വരും. നോക്കിക്കേ,
എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന എക്സ് വന്നപ്പോൾ ഞാൻ രണ്ടാമത്തെ ഡെറിവേറ്റീവ് അല്ലേ y2, ഇതല്ലേ നമ്മുടെ y2 എടുത്തപ്പോ എന്ത് വന്നു നിങ്ങൾക്ക് ആൻസർ? 0 വന്നു. നോക്കിക്കോ, ഇവിടുത്തെ പവർ ഒന്നല്ലേ എക്സിന്റെ പവർ. അപ്പൊ നിങ്ങൾ ഓർത്താൽ മതി, നമ്മുടെ പവറിനേക്കാൾ വലിയ ഡെറിവേറ്റീവ് ആണ് എടുക്കുന്നത് എങ്കിൽ, ഇവിടെ 1 ആയിരുന്നു പവർ, ഇവിടെ നമ്മൾ എടുത്ത ഡെറിവേറ്റീവ് y2 ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരും? 0 വരും. അതേപോലെ ഈ ഒരു കേസിൽ തന്നെ y3 എടുത്താലും 0 തന്നെ വരും. ഓക്കെ, അതായത് നമ്മുടെ പവറിനേക്കാൾ വലിയ ഡെറിവേറ്റീവ് ആണ് വരുന്നത് എങ്കിൽ എന്തായിരിക്കും ഡെറിവേറ്റീവിന്റെ വില? 0 ആയിരിക്കും. ഓക്കെ, നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് റേസ് ടു n ആണ് എങ്കിൽ നമ്മൾ n+1 അതായത് n-നേക്കാൾ വലിയ ഏതൊരു ഡെറിവേറ്റീവ് എടുത്താലും ആൻസർ 0 ആയിരിക്കും. ഓക്കെ, അത് വാക്യത്തിൽ ഇങ്ങനെ എഴുതണ്ട, വാക്യത്തിൽ എഴുതാം. എഫ് ഓഫ് എക്സ് n ആണെങ്കിൽ എന്താണ്? n+1 ഡെറിവേറ്റീവ് തൊട്ടങ്ങോട്ട് 0 ആയിരിക്കും. പിടികിട്ടിയോ? അങ്ങനെയാണെങ്കിൽ പറഞ്ഞേ, ഞാൻ എഫ് ഓഫ് എക്സ് എക്സ് റേസ് ടു 10 എടുത്തു, അങ്ങനെയാണെങ്കിൽ എനിക്ക് 11th ഡെറിവേറ്റീവ് എന്ത് വരും ഈ ഒരു കേസിൽ? 11th ഡെറിവേറ്റീവ് വെരി ഗുഡ്, 0 വരും. അങ്ങനെയാണെങ്കിൽ y20 20ാമത്തെ ഡെറിവേറ്റീവ് എന്ത് വരും? 0 വരും. ഓക്കെ, ആ ഒരു പ്രോപ്പർട്ടി ഓർത്തോണേ. അതാണെങ്കിൽ നമുക്ക് അത്രയും ഇതെല്ലാം കോമൺ ആയിട്ട് കാണത്തില്ല, പക്ഷെ ഇത് നമ്മുടെ ഒരു ജസ്റ്റ് നമുക്കത് അറിയാവുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അപ്പൊ നോക്കിക്കോ, പവറിനേക്കാൾ വലിയ ഡെറിവേറ്റീവ് ആണെങ്കിൽ 0 വരും ആൻസർ, ഓർത്തോണേ. ഇനി അടുത്തത് നോക്കിക്കേ, ഈ പവർ വേറെ നമ്മളിപ്പോ എക്സ് റേസ് ടു n എന്ന രൂപത്തിലല്ലേ കിട്ടിയത്. ഇനി അടുത്ത നമുക്കൊരു ഫംഗ്ഷൻ, വേറെ ഒരു ഫംഗ്ഷൻ എന്താണ്, ax+b ദ ഹോൾ റേസ് ടു n എന്ന് നമുക്ക് കിടക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ഓക്കെ, നോക്കിക്കോ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ax+b ദ ഹോൾ റേസ് ടു n എന്നാണ് വരുന്നത് എങ്കിൽ എന്താണ്? എന്ത് ചെയ്താൽ മതി? നമ്മൾ നേരത്തെ എഴുതിയ സംഭവങ്ങൾ തന്നെ. അതിന്റെ മുന്നേ ആരെ കൊടുക്കുന്നു? ഈ എക്സിന്റെ കോഎഫിഷ്യന്റ് ഇല്ലല്ലേ, ആ എക്സിന്റെ കോഎഫിഷ്യന്റിനും കൂടെ ആ പവർ ആയിട്ട് നമ്മൾ എത്രാമത്തെ ഡെറിവേറ്റീവ് ആണോ കണ്ടുപിടിക്കേണ്ടത് അതങ്ങ് കൊടുക്കുന്നു. നോക്കിക്കോ, ആർത്ത് ഡെറിവേറ്റീവ് ഓഫ് എഫിനെ നമ്മൾ എഴുതുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ax+b ദ ഹോൾ റേസ് ടു n എന്ന് പറയുന്ന ഇതിന്റെ ആർത്ത് ഡെറിവേറ്റീവ്, ഇവിടെ കോഎഫിഷ്യന്റ് ഉണ്ടല്ലോ, അതിന് നമ്മൾ 6 അങ്ങ് കൊടുക്കുന്നു. ഓക്കെ, ഇൻറ്റു നേരത്തെ പഠിച്ച NPR അതേപോലെ കൊടുക്കുന്നു. എക്സ് റേസ് ടു n-r അല്ലേ, അതിന് പകരം ഇവിടെ ആരാ കിടക്കുന്നത്? ax+b ദ ഹോൾ റേസ് ടു n-r എന്നങ്ങ് കൊടുക്കുന്നു. പിടികിട്ടിയോ? ഈ എക്സാമ്പിളിനോട് നോക്കാം. y ഈക്വൽ ടു 2x+3 ദ ഹോൾ റേസ് ടു 10 ആണ്. ഓക്കെ, നിങ്ങൾക്ക് ചോദിച്ചിരിക്കുന്നത് y4 കണ്ടുപിടിക്കാനാണ്. y4 ഓർ ഫോർത്ത് ഡെറിവേറ്റീവ്. എന്ത് ചെയ്താൽ മതി? നമ്മളിവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് ആരാന്ന് നോക്കണം. 2 അല്ലേ നമ്മുടെ കോഎഫിഷ്യന്റ്. ഇനി 2ന് നമ്മൾ എത്രാമത്തെ ഡെറിവേറ്റീവ് ആണോ എടുക്കുന്നത്? ഇവിടെ 6 എന്ന് പറയുന്ന 4 അല്ലേ, 4ാമത്തെ ഡെറിവേറ്റീവ് അല്ലേ. അപ്പൊ 2ന് ഈ 4 അങ്ങ് കൊണ്ടു കൊടുക്കണം. ഓക്കെ, 2ന് പവർ ആയിട്ട് എത്രാമത്തെ ഡെറിവേറ്റീവ് ആണോ നമ്മൾ കണ്ടുപിടിക്കേണ്ട ആ ഒരു പവർ അങ്ങ് കൊടുക്കും. ഇൻറ്റു NPR, ഇവിടെ n എന്ന് പറയുന്നത് 10 ആണ്, 6 4ാമത്തെ ഡെറിവേറ്റീവ് അല്ലേ, അപ്പൊ 10p4. ഇനി എന്ത് ചെയ്താൽ മതി? ഈ കിടക്കുന്ന ആളെ 2x+3 ദ ഹോൾ റേസ് ടു n-r 10 - 4 അങ്ങ് ചെയ്താൽ മതി. എന്ത് കിട്ടും ആൻസർ? 2⁴ ഇൻറ്റു 10p4 2x+3 ദ ഹോൾ റേസ് ടു 6. ഈ 2⁴ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, 16 എന്നും കൂടെ വാല്യൂ കൊടുക്കാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. മനസ്സിലായ മക്കളെ? nth ഡെറിവേറ്റീവ്. അടുത്തലോട്ട് പോവാണേ. ട്രിഗ്നോമെട്രി വരുമ്പോൾ നമ്മൾ എങ്ങനെ എന്ത് ചെയ്യും? nth ഡെറിവേറ്റീവ് കണ്ടെത്തും നോക്കാം.
അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ y ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് എ എക്സ് പ്ലസ് ബി എന്ന രൂപത്തിൽ കിടക്കുകയാണ് എങ്കിൽ നമ്മുടെ nth ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇതിനകത്ത് കൊണ്ട് നമ്മുടെ എന്ത് എ എക്സ് പ്ലസ് ബി, അതുകൊണ്ടാണ് എക്ക് പവർ n വന്നത്. ഓക്കെ, ഇൻറ്റു നോക്ക് എ റേസ് ടു n ഇൻറ്റു സൈൻ n പൈ ബൈ 2 പ്ലസ് എ എക്സ് പ്ലസ് ബി. ഓക്കെ, ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി. സെയിം ഫോളോസ് ഫോർ ദ കോസ് ഫംഗ്ഷനും അതേ ഫോളോ ആണ്. ഓക്കെ, എ റേസ് ടു n അതേപോലെ സൈനിന് പകരം കോസ് വന്നു. n പൈ ബൈ 2 തന്നെ എ എക്സ് പ്ലസ് ബി. പിടികിട്ടിയോ? ഒരു എക്സാമ്പിൾ ചെയ്യാം. y ഈക്വൽ ടു സൈൻ ഓഫ് 2x പ്ലസ് 3 ആണ്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് y5 കണ്ടെത്താനാണ്. അപ്പൊ ഇവിടെ എ എക്സ് പ്ലസ് ബി രൂപത്തിൽ കിടക്കുന്നു. നമ്മൾ എന്താണ് കോഎഫിഷ്യന്റിനെ നോക്കിയാൽ മതി. ഇവിടെ കോഎഫിഷ്യന്റ് 2 അല്ലേ? ആ 2ന് ഞാൻ എത്രാമത്തെ ഡെറിവേറ്റീവ് ആണോ ആ പവർ അങ്ങ് കൊടുക്കുന്നു. അപ്പൊ 2⁵ എന്ന് വരുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് എന്താണ് സൈൻ ആയിരുന്നു, അത് അതേപോലെ കൊടുക്കുന്നു. നിങ്ങളൊന്ന് പറഞ്ഞേ, ഇനി അടുത്ത വില എന്ത് വരും? n പൈ ബൈ 2 ആണ്. ഇവിടെ n എന്ന് പറയുന്നത് 5th അല്ലേ? അപ്പൊ 5 പൈ ബൈ എന്തോടാ 5 എങ്ങനെ വന്നത് ഒന്നുകൂടെ പറഞ്ഞുതരാം. മോനെ ഇതാ ചോദ്യം നോക്കിക്കേ. ചോദ്യം ക്വസ്റ്റ്യൻ ഇതായിരുന്നു, y5 5th ഡെറിവേറ്റീവ്. ഇപ്പൊ പിടികിട്ടിയോ? അങ്ങനെയാണ് ആ 5 എത്രാമത്തെ ഡെറിവേറ്റീവ് ആണോ? ആ എന്തോടാ ആ y5 എന്ന് എഴുതിയേക്കുന്ന ക്വസ്റ്റ്യൻ ആണോ? ആ ക്വസ്റ്റ്യൻ ആയിരുന്നു. y5 എന്താണ്? ക്വസ്റ്റ്യൻ മാർക്ക് ഇല്ലേ? അപ്പൊ y5 എന്താണ്? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, n പൈ ബൈ 2. ഇവിടെ y5 അല്ലേ 5th ഡെറിവേറ്റീവ്. അപ്പൊ 5 പൈ ബൈ 2 പ്ലസ് ഈ അകത്ത് കിടക്കുന്ന സംഖ്യ എന്താണോ, ഈ അകത്ത് കിടക്കുന്ന എക്സ്പ്രഷൻ എന്താണോ അത് അതേപോലെ എഴുതുക, 2x പ്ലസ് 3. ഇനിയാണ് നിങ്ങൾ നമ്മുടെ ട്രിഗണോമെട്രി ആംഗിൾസിന്റെ ഇത് വരുന്നത്. ഓക്കെ, 2⁵ എന്ന് പറയുന്നത് എന്താണ്? 32 തന്നെ വരും അല്ലെ? ഇൻറ്റു നോക്കിക്കോ സൈൻ 5 പൈ ബൈ 2. പൈ ബൈ 2ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമ്മൾ എന്തോ പഠിച്ചത്? സൈൻ ആരായി പോകും? ആരായി പോകും? ട്രിഗണോമെട്രിയാ. പറഞ്ഞേ, പൈ ബൈ 2 വരികയാണ് എങ്കിൽ സൈൻ ആരായി പോകും? പറഞ്ഞോ, ആരാ? കോറേഷ്യോ ആകും. സൈനിന്റെ കോറേഷ്യോ ആരാ? കോസ് ആയിട്ട് വരും. ഇനി നമ്മൾ ഇത് ആംഗിൾ മൂവ്മെന്റ് നോക്കണം. അതായത് ഈ 5 പൈ ബൈ 2 പ്ലസ് ഒരു ആംഗിൾ ആണ് കിടക്കുന്നത്. ഇത് എവിടെ വരും, ഏത് ക്വാഡ്രന്റിൽ വരും എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, ക്വാഡ്രന്റിൽ വരുമെന്ന് ചെക്ക് ചെയ്യണം. നോക്കിക്കോ, നമ്മുടെ ഇവിടെ അല്ലേ പൈ ബൈ 2, ഇവിടെ 3 പൈ ബൈ 2, ഇവിടെ 5 പൈ ബൈ 2, അടുത്തത് ഇവിടെ വരും. ഓക്കെ, ഇനി അടുത്ത 7 പൈ ബൈ 2 ഇവിടെ വരും. നിങ്ങൾ ഓർത്താൽ മതി, ആ ഒരു ഇത് നമ്മൾ പഠിച്ചാണ്. ഓൾട്ടർനേറ്റ് ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. പറഞ്ഞേ, നമ്മുടെ ഈ പോസിറ്റീവ് എക്സ് ആക്സിസിൽ ആരാ വരുന്നത്? പോസിറ്റീവ് എക്സ് ആക്സിസിൽ എന്ത് മൾട്ടിപ്പിൾ ഓഫ് പൈയാ? ഇത്രയും ക്ലൂ ഞാൻ തന്ന്. വെരി ഗുഡ്, ഈവൻ മൾട്ടിപ്പിൾ ഓഫ് പൈ ആണ്. ഇവിടെ എന്ന് പറയുമ്പോ അപ്പം ഓഡ് മൾട്ടിപ്പിൾ ആണ്. അപ്പൊ അതെല്ലാം ഓർത്തോണേ, ഇതൊക്കെ ഇമ്പോർട്ടന്റാ. അപ്പൊ നോക്കിക്കേ, 5 പൈ ബൈ 2 പ്ലസ് തീറ്റ. ഇവിടാണ് നമ്മുടെ 5 പൈ ബൈ 2 വരുന്നത്. അപ്പൊ 5 പൈ ബൈ 2 പ്ലസ് തീറ്റ എന്ന് പറയുന്നത് എവിടെ കിടക്കും? ഏത് ക്വാഡ്രന്റിൽ കിടക്കും? നിങ്ങൾ തന്നെ പറഞ്ഞേ. 5 പൈ ബൈ 2ന്റെ കൂടെ ഒരാളെ കൂട്ടിയേക്കുകയാണ്. ഏത് ക്വാഡ്രന്റാ? ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ? എത്ര മോനെ? വെരി ഗുഡ്, സെക്കൻഡ്. കാരണം 5 ബൈയേക്കാൾ വലുതായിട്ട് വരുന്നത് ഇവിടാണ് വരുന്നത്. ഇനി സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. നമ്മൾ ഇവിടെ സൈനിനെ അല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്? സൈനിനാണ് നമ്മൾ ഈ ഒരു ആംഗിൾ മൂവ്മെന്റ് കൊടുത്തത്. സെക്കൻഡിൽ സൈൻ പോസിറ്റീവ് ആയതുകൊണ്ട് എന്താണ്, നമ്മൾ സൈന് ചേഞ്ച് ഒന്നും ഇല്ല. നമ്മുടെ നെഗറ്റീവോ പോസിറ്റീവോ അതേപോലെ നിൽക്കും. അപ്പൊ 2x പ്ലസ് 3 എന്ന് വരും. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ആ ഒരു ക്വാഡ്രന്റ് മൂവ്മെന്റും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, മനസ്സിലായോ ഇത്?
ഇങ്ങനെയാണ് സൈനിന്റെ കേസ് വരുന്നത്. ഓക്കെ, നമ്മുടെ ക്വാഡ്രന്റ് മൂവ്മെന്റ് ജസ്റ്റ് അപ്ലൈ ചെയ്തേ ഉള്ളൂ. ഇനി അടുത്തത് നോക്കാം, കോസിന്റെ കേസ് നോക്കാം. y ഈക്വൽ ടു കോസ് 6x + 5 ആണെങ്കിൽ y 20 ആണ് നിങ്ങളോട് ചോദിക്കുക. നോക്കേ, y 20 എന്താണെന്ന്. അപ്പൊ പറഞ്ഞേ, നമ്മളിവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് ആരാ? ആരാ? 6. അപ്പൊ 6⁻20 എന്ന് കൊടുക്കും. ഇൻറ്റു കോസ് എന്താണ്? n π/2 ആണ് വരുന്നത്. n π/2 എന്ന് വെച്ചാൽ എന്താണ്? 20π/2 ആണ്. ഇവിടുത്തെ n എന്ന് പറയുന്നത് 20 ആണ്, 20th ഡെറിവേറ്റീവ്. അപ്പൊ 20π/2 പ്ലസ് ബാക്കിയുള്ളത് അതേപോലെ എടുത്ത് എഴുതുന്നു. 6x + 5 എന്ത് വരും? 6⁻20 ഇൻറ്റു കോസ് 20π/2 എന്ന് വെച്ചാൽ എന്താണ്? 10π അല്ലേ? പറഞ്ഞേ, 10π എവിടെ വരും? വെരി ഗുഡ്. 10π ഇവിടാണ് വരുന്നത്. 10πയേക്കാൾ കൂടുതലുള്ളത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ വാല്യൂവിന് മാറ്റമില്ല. എഴുതുന്ന കാണാവേ? കാണാവോ? 6⁻20 ഇൻറ്റു എന്താണ്? ഓക്കെ. അപ്പൊ കോസ് എന്താണ്? ഇതായതുകൊണ്ട് പൈയുടെ മൾട്ടിപ്ലൈ ആയിട്ട് കോസ് അതേപോലെ തന്നെ നിൽക്കും. എന്താണ്? ഫസ്റ്റ് ക്വാഡ്രന്റ് ആയതുകൊണ്ട് തന്നെ ഇത് പോസിറ്റീവ് ആയിരിക്കും. പിടികിട്ടിയോ മക്കളെ? നമ്മള് π/2ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഓർക്കുക എന്താ? കോറേഷ്യോ വരും. ഓക്കെ, പൈ ആണെങ്കിൽ അതേ റേഷ്യോ നിലനിൽക്കും. പിടികിട്ടിയേ? അടുത്തതിലോട്ട് പോവാണേ. നോക്കിക്കോ, ഇതേ കൂട്ടത്തെ കുറച്ച് കാര്യങ്ങൾ വരും. അപ്പൊ നിങ്ങള് ഇത്രയും ചിന്തിക്കാനൊന്നും പോകണ്ട, ഇതൊന്ന് ഓർത്തിരുന്നാൽ മതി. അത് ചിലപ്പോ y ഈക്വൽ ടു, ഇത് ഡെറിവേഷൻ ആണെങ്കിൽ ഒരു കിൻഡലുണ്ട്. അപ്പൊ ടാൻ ഇൻവേഴ്സ് എന്ത് വരും? ഈ ഒരു ഫോമിൽ കിടക്കും. എന്നതാ? √1 + x² പ്ലസ് √1 - x² ഡിവൈഡ് ബൈ √1 + x² മൈനസ് √1 - x² എന്നൊക്കെ രൂപത്തിൽ കിടക്കും. അതേ കേസിൽ ഇവിടെ x² ആയിരുന്നപ്പം ഇവിടെ x വന്നു. സെയിം കണ്ടീഷൻസ് അല്ലേ ഈ രണ്ടിടത്തും കിടക്കുന്നത്? ഓക്കെ, അപ്പൊ നിങ്ങൾ ഓർത്താ മതി, ഇവിടെ x ആണ്, ഇവിടെ x² ആണ്, ഇവിടെ ഫസ്റ്റില് x², ഇവിടെ x. അപ്പൊ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വാല്യൂ എന്തെഴുതാന്നറിയോ? π/4a പ്ലസ് ആദ്യത്തെ കേസിൽ x² അല്ലായിരുന്നോ? അപ്പൊ 1/2 കോസ് ഇൻവേഴ്സ്. ആദ്യത്തെ കേസിൽ x² ആയതുകൊണ്ട് അവിടെ x² വന്നു. ഇനി രണ്ടാമത്തെ കേസിൽ എന്ത് വരും? π/4 പ്ലസ് 1/2 കോസ് ഇൻവേഴ്സ്. ഇവിടെ x അല്ലേ, അപ്പൊ കോസ് ഇൻവേഴ്സ് x എന്ന് വരും. പിടികിട്ടിയോ? അത് സത്യത്തിൽ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ ചെയ്തിട്ടാണ്, അതായത് x² പകരം cos 2θ ഒക്കെ ഇട്ട് കൊടുത്തിട്ടാണ് നമുക്ക് ഈ ഒരു ഫോർമുലയിലേക്ക് വരുന്നത്. പിടികിട്ടിയോ? അപ്പൊ നിങ്ങൾ ഓർത്താൽ മതി, x² ആണ് വരുന്നതെങ്കിൽ എന്ത് വരും? കോസ് ഇൻവേഴ്സിന്റെ കൂടെ x² വരും. ഇനി ഇവിടെ x ആണ് വരുന്നതെങ്കിൽ കോസ് ഇൻവേഴ്സിന്റെ കൂടെ x വരും. അത് ഓർത്തിരുന്നോണേ, നമുക്ക് ചോദ്യം ചെയ്യാൻ വേണ്ടുന്നതാണ്, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഡെറിവേഷൻ ഇങ്ങനെ ചെയ്തു പോകാണ്ടാതെ നമുക്ക് ഡയറക്റ്റ് ഇത് കൊണ്ടങ്ങ് അപ്ലൈ ചെയ്യാം. അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, അടുത്തതിലോട്ട് പോവാണേ. ക്ലിയർ ആയേ? ഇനി അടുത്തത് നമുക്ക് ചില കേസിൽ വരും 1 - cos x / sin x എന്ന്. അപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് എന്താ എഴുതാം? tan θ/2. സോറി, tan θ എന്നാണ് എഴുതിയേക്കുന്നത്. ഞാൻ sin എന്താണ് ഈ കിടക്കുന്ന x ആണെങ്കിൽ ഇവിടെ x/2 ആയിരിക്കും. ഓക്കെ, പിടികിട്ടിയോ? 1 - cos x / sin x ആണെങ്കിൽ ഇവിടെ tan x/2 വരും. x ആണ്. ഓക്കെ, ഇവിടെയും നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. അതേപോലെ വേറൊരു കണ്ടീഷനുകളുണ്ട്. ഇപ്പൊ 1 + cos x / sin x എന്നാണ് കാണുന്നത് എങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാന്നറിയോ? ടാനിന്റെ റെസിപ്രോക്കൽ cot x/2 എന്ന് എഴുതാം. ഓർത്തോണേ, ഇത് രണ്ടും 1 മൈനസ് ആണെങ്കിൽ tan x/2, 1 പ്ലസ് ആണെങ്കിൽ cot x/2. ഇനി ഇങ്ങനെയും എന്താ കുറച്ച് ഇത് വരും. അപ്പൊ ഇവിടെ നമ്മൾ ഡെറിവേഷൻ x എന്ന് പറയുന്നത് tan θ ഒക്കെ ഇട്ട് കൊടുത്താണ്
ഈ ഒരു സ്റ്റെപ്പിലേക്ക് വരുന്നത്. അപ്പൊ നിങ്ങൾ ഓർത്താൽ മതി എന്താണ് ടാൻ ഇൻവേഴ്സ് √1 + x² -1 / x എന്ന് കാണുമെങ്കിൽ വില എന്താണ് 1/2 ടാൻ ഇൻവേഴ്സ് എക്സ് അഥവാ ടാൻ ഇൻവേഴ്സ് x/2. 1/2 ഇത് രണ്ടും സെയിം അല്ലേ? അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ഓർത്ത് വെക്കാം. ഓക്കെ, അടുത്ത് നോക്കിയേ. ഇത് നമ്മൾ നേരത്തെ ഇൻവേഴ്സിൽ പഠിക്കുന്നത്. ഇൻവേഴ്സിലുള്ള കുറെ ഞാൻ ഇങ്ങനത്തെ എന്താ ഷോർട്ട് ഫോംസ് തന്നില്ലേ, ഷോർട്ടായിട്ട്. അത് നന്നായിട്ട് നോക്കിക്കണം കേട്ടോ. അപ്പൊ അത് ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇൻവേഴ്സിൽ കൂടുതലും ഡെറിവേറ്റീവ് എടുക്കുക, അതെല്ലാം അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ 1 - tan θ / 1 + tan θ എന്ന് വെച്ചാൽ tan π/4 - θ ആണ്. ഇനി 1 + tan θ / 1 - tan θ എന്ന് പറയുന്നത് എന്ത് വരും? ടാൻ, ഇവിടെ മൈനസ് ആയതുകൊണ്ട് നടുക്ക് മൈനസ്, ഇവിടെ പ്ലസ് ആയതുകൊണ്ട് എന്താ π/4 + θ എന്ന് വരും. ഓർത്തോണേ ഇതെല്ലാം നമ്മുടെ ഇൻവേഴ്സിന്റെ എല്ലാ സംഭവങ്ങളും ഓർത്തോണം. ഇനി അടുത്ത വേറൊരിതാണ്, നോക്കിക്കോ. നമുക്ക് ഇങ്ങനെ ഫോർമുല തരും. ഓക്കെ, ഫസ്റ്റ് നോക്കിക്കേ. x + y (m + n) എന്ന് പറയുന്നത് ഈക്വൽ ടു x⁻m × y⁻n എന്ന് നമുക്ക് കിട്ടിയാൽ നമ്മൾ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താ? dy/dx എന്ന് പറയുന്നത് y/x ആണെന്ന് അങ്ങ് പഠിച്ചു വെച്ചോ. ഓക്കെ, x + y അതിന്റെ മണ്ടയ്ക്ക് m + n ഈക്വൽ ടു x⁻m × y⁻n. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ y/x വരും. അടുത്ത വേറെ ഇതെല്ലാം നമ്മുടെ ലോഗറിതമിക് ഡിഫറൻസിയേഷൻ നമ്മൾ +2 പഠിക്കുന്ന അതൊക്കെ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അതൊക്കെ ഭയങ്കര സ്റ്റെപ്പാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇതങ്ങ് ഷോർട്ടായിട്ട് പഠിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത a⁻x + a⁻y ഈക്വൽ ടു a⁻x + y. ഇങ്ങനെയാണ് വരുന്നത് എങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ അതിനെ എഴുതാം. ഓക്കെ, നമ്മുടെ ഓപ്ഷൻ അനുസരിച്ചായിരിക്കും ഏതാണെന്ന് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമ്മുടെ y' അഥവാ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? a⁻x + y. അതിന്റെ കൂടെ മൈനസ് a⁻x ഞാൻ കൊടുക്കുന്നു. താഴെ ഞാൻ x അവിടെ കൊടുത്തോണ്ട് ഞാൻ ഇവിടെ y കൊടുക്കുന്നു. മൈനസ് a⁻x + y കൊടുക്കുന്നു. ഓക്കെ, ഈ മണ്ടയ്ക്കൊന്ന് a⁻x കോമൺ എടുത്താണ് നമ്മൾ ഈ ഒരു ഫോർമുല എഴുതിയേക്കുന്നത്. ഓക്കെ, a⁻x - y ഇൻറ്റു ഇവിടെ നോക്കേ, എക്സ് ഇങ്ങ് പോയി കഴിഞ്ഞാൽ a⁻y അല്ലേ വരുന്നത്? മൈനസ് 1. a⁻x കംപ്ലീറ്റ് പോയാൽ 1 വരും. ഡിവൈഡ് ബൈ ഈ താഴേന്ന് ഞാൻ y-നെയാണ് എടുക്കുന്നത്, a⁻y-നെ. അപ്പൊ ഇവിടെ 1 വരും. മൈനസ് ഈ y ഇങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? a⁻x വരും. ഇങ്ങനെയാണ് ഈ ഒരു ഫോർമുല നമ്മൾ എഴുതിയേക്കുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഇതൊന്ന് ഓർത്തിരുന്നോ. അതിന്റെ ഒരു രൂപത്തിലുള്ള ചോദ്യമാണ്. 3x + 3y = 3x + y ആണെങ്കിൽ ഡെറിവേറ്റീവ് dy/dx എന്താണ്? ഓക്കെ, നമുക്ക് രണ്ട് ഇക്വേഷൻ ഇല്ലേ, നോക്കിക്കോ. ഈ രണ്ട് ഇക്വേഷനിൽ നമുക്ക് എന്തെഴുതാം? dy/dx എന്ന് പറയുന്നത് ഈക്വൽ ടു, ഇവിടെ എയുടെ സ്ഥാനത്ത് ആരാ കിടക്കുന്നത്? 3x + 3y 3 ആണ് കിടക്കുന്നത്. അപ്പൊ ഇവിടെ എയുടെ ഭാഗത്ത് 3 അങ്ങ് കൊണ്ട് ഇട്ട് കൊടുത്താൽ മാത്രം മതിയല്ലോ നമുക്ക്. നോക്കിയേ, ഞാൻ 3x + y ഇട്ട് കൊടുക്കുന്നു. മൈനസ് 3x. ഈ ആദ്യത്തെ ഇക്വേഷനിലാണ് ഡിവൈഡ് ബൈ 3y മൈനസ് 3x + y. പക്ഷെ ഇക്വേഷൻ നമ്മുടെ ഓപ്ഷൻസിൽ നോക്കേ, ഈ ഒരു ഇയാളുണ്ടോ? ഈ ഒരു ആളുണ്ടോ? നോക്കി പറഞ്ഞേ. ഉണ്ടോ? റെസ്പോണ്ട് ചെയ്യേ. നോക്കിക്കേ, x + y വരുന്ന ടേം അതാ ഇതുമുണ്ട്, ഇതുമുണ്ട്. എങ്ങനെ നോക്കിയാലും മൈനസ് 3x അത് ഓക്കെയാ. ഈ ആദ്യത്തെ ഓപ്ഷൻ ന്യൂമറേറ്റർ ഓക്കെയാ. ഡിനോമിനേറ്റർ ഓക്കെ ആണോ? അപ്പൊ ഇതല്ല. ഇനി ഇയാള് ഇവിടുന്നേ പോയി 3x + y ആയിരുന്നു വരണ്ടേ. അപ്പൊ ഇയാളും അല്ല. അപ്പൊ നമ്മൾ ഏതാണ്? ഈ ഓപ്ഷൻ ആണ്, ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്. 3x - y ഇൻറ്റു 3y - 1/1 - 3x. ഓക്കെ,
ഉണ്ടോ ഇത്? ഈ ഓപ്ഷൻ ഉണ്ടോ? പറഞ്ഞേ, നോക്കി പറഞ്ഞേ. സെക്കൻഡ്. സെക്കൻഡ് ഓപ്ഷൻ പിടികിട്ടിയോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഏതാ അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കുന്നത്. ക്ലിയർ ആയ മക്കളെ? ഇവിടെ എയുടെ സ്ഥാനത്ത് 3 മാത്രമായിരുന്നു എന്നേ ഉള്ളൂ. വേറെ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 വരാം. ഓക്കെ, എന്ത് വരാം? 2 വരാം. അങ്ങനെയും കണ്ടീഷൻസ് വരാം. എയുടെ സ്ഥാനത്ത് 2 raised to xa plus 2 raised to y equal to 2 raised to x plus y. അതേപോലെ ഏത് സംഖ്യ വേണമെങ്കിലും വരാം. അപ്പൊ ഇതൊന്ന് നോക്കിക്കോണേ. ഇനി അടുത്ത് നമുക്ക് ചോദ്യം ചെയ്യാം. ഇതിൽ ആദ്യം തുടങ്ങുന്നത് തന്നെ പാരാമെട്രിക് ഫോമിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പൊ ശ്രദ്ധിച്ചോ, പാരാമെട്രിക്കിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ചെയ്യുന്നുണ്ട്. ആദ്യത്തത് കുറച്ച് പാരാമെട്രിക് ഫോം ആണ്. അപ്പം വേണമെങ്കിൽ ഹെഡിങ് കൊടുത്തോ പാരാമെട്രിക്. അപ്പൊ ഇവിടെ നോക്കിക്കോ, x equal to sin t minus t cos t, y equal to t sin t plus cos t. അങ്ങനാണെങ്കിൽ dy by dx എന്താണെന്നാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം എക്സും വൈയും വേറൊരാളിലാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ dx by dt കണ്ടുപിടിക്കണം. ഈക്വൽ ടു സൈൻ ടിയുടെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് ടി മൈനസ് ഇത് നോക്കിക്കേ, ടി ഇൻറ്റു കോസ് ടി അല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ എന്ത് റൂൾ അപ്ലൈ ചെയ്യും? വെരി ഗുഡ്, പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യും. അപ്പൊ അത് ശ്രദ്ധിച്ചോണം. ഓക്കെ, അപ്പൊ ഒരു ബ്രാക്കറ്റ് മൈനസിന് ശേഷം പ്രോഡക്റ്റ് റൂൾ എന്ന് പറയുമ്പോൾ 2 ടേം വരുന്ന ആളാ, അപ്പോഴേ ഞാൻ ബ്രാക്കറ്റ് ഇട്ടോണം. ഓക്കെ, നോക്കാം. ഫസ്റ്റ് ഫംഗ്ഷൻ ഞാൻ ടി എടുത്തു, ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് കോസ് ടിയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടി. ക്ലിയർ ആയോ? പ്ലസ് നമ്മുടെ ഈ റൂളിന്, പ്രോഡക്റ്റ് റൂളിന് നടുക്ക് പ്ലസ് ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ സെക്കൻഡ് ഫംഗ്ഷൻ ആരാ? കോസ് ടി അല്ലേ? നമ്മുടെ ഫസ്റ്റ് ഫംഗ്ഷൻ ഇത്, സെക്കൻഡ് ഫംഗ്ഷൻ ഇത്. അപ്പൊ കോസ് ടി സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. മറ്റേ രൂപത്തിൽ എഴുതണോ? ഓരോ സ്റ്റെപ്പായിട്ട് എഴുതണോ? പറയണേ, വേണമെങ്കിൽ പറയണേ. ഓക്കെ, ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എന്താണ്? ടിയുടെ ഡെറിവേറ്റീവ് 1 വരുന്നു. ഓക്കെ, ഈക്വൽ ടു കോസ് ടി മൈനസ് ഇവിടെ എന്ത് വരും? മൈനസ് ടി സൈൻ ടി പ്ലസ് കോസ് ടി എന്ന് വരും. ഈ മൈനസ് അങ്ങ് ബ്രാക്കറ്റിനകത്ത് എടുത്തു. കോസ് ടി പ്ലസ് ടി സൈൻ ടി മൈനസ് ഇങ്ങോട്ട് വന്നപ്പം മൈനസ് കോസ് ടി. ഇയാളും വെട്ടിപ്പോയേ, കോസ് ടിയും മൈനസ് കോസ് ടി. ബാക്കി ആരാ നിൽക്കുന്നത്? ടി സൈൻ ടി. പിടികിട്ടിയോ? അതേപോലെ നമ്മൾ ഡി വൈ ബൈ ഡി ടിയും ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ ഇതൊരു കാര്യം പറയാം. നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് അല്ലേ മക്കളെ കണ്ടുപിടിക്കണ്ടേ? ഓക്കെ, ഡി വൈ ബൈ ഡി എക്സ് ആണ് കണ്ടുപിടിക്കണേ. അപ്പൊ മണ്ടയ്ക്ക് കിടക്കുന്ന ടേം ഡി വൈ അല്ലേ? അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഓരോന്നും കണ്ടുപിടിക്കാൻ പോകണ്ട. നമ്മുടെ വൈ ആരാണ്? ടി സൈൻ ടി പ്ലസ് വൈ ഈക്വൽ ടു ടി സൈൻ ടി പ്ലസ് കോസ് ടി ആണ് അല്ലേ? നിങ്ങൾ ഇതിനെ അങ്ങ് ടി വെച്ച് ഡെറിവേറ്റീവ് മണ്ടയ്ക്ക് അങ്ങ് എടുത്തു പോയാൽ മതി. നോക്കാം, ഇവിടെ നോക്കിക്കോ. ടി ഫസ്റ്റ് ഇവിടെ നമ്മൾ ടി ഇൻറ്റു സൈൻ ടി ആണ്. അപ്പൊ നമ്മൾ എന്താ? പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഓരോന്നിനും ഡെറിവേറ്റീവ് എടുക്കാം. അപ്പൊ നമ്മൾ എന്താ? ഫസ്റ്റ് ഫംഗ്ഷൻ ടി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ ടി കോസ് ടി പ്ലസ് എന്താണ്? സെക്കൻഡ് ഫംഗ്ഷൻ സൈൻ ടി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ടി 1. ഓക്കെ, അപ്പൊ ഇയാളുടെ ഞാൻ ഡെറിവേറ്റീവ് എടുത്ത് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? ഇയാളുടെയും കൂടെ ചെയ്യണം. പ്ലസ് കോസ് ടിയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടി വരുന്നു. ഓക്കെ, ഇനി താഴെ നമ്മൾ എന്താണ്? ഡി എക്സ് ബൈ ഡി ടി നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു, ടി സൈൻ ടി ആണ്. ഓക്കെ, അത് നിങ്ങൾ എന്താണ്? എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, സൈൻ ടി മൈനസ് ടി കോസ് ടി, സൈൻ ടി മൈനസ് ടി കോസ് ടി. ഇവിടെ ഓരോന്നിന്റെയും ഡെറിവേറ്റീവ് എടുക്കണം. സൈൻ ടിയുടെ ഡെറിവേറ്റീവ് കോസ് ടി മൈനസ് അപ്പോഴേ ഒരു ബ്രാക്കറ്റ് ഇട്ടോ. ഇവിടെ നമ്മുടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഇനി ഞാൻ പറയുന്നില്ല, എന്താണ്? ടി ഇൻറ്റു
കോസ് ടിയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടി പ്ലസ് എന്താണ് കോസ് ടി ഇൻറ്റു ടിയുടെ ഡെറിവേറ്റീവ് 1. ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി. ഓക്കെ, ഓരോന്നും കണ്ടുപിടിക്കാൻ പോവണ്ട. മീൻസ് ഡി എക്സ് ബൈ ഡി ടി ഈക്വൽ ടു ഡി വൈ ബൈ ഡി ടി ഈക്വൽ ടു എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ഇങ്ങനെ എന്താ ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ ആദ്യമേ ഡി എക്സ് ബൈ ഡി ടി കണ്ടുപിടിക്കുന്നു, പിന്നെ ഡി വൈ ബൈ ഡി ടി കണ്ടുപിടിക്കുന്നു. അപ്പൊ ഇങ്ങനെ സെപ്പറേറ്റ് കണ്ടുപിടിക്കാൻ പോകണ്ട. ഒറ്റയടിക്ക് എന്താണ് മണ്ടയ്ക്കും താഴേലും, മണ്ടയില് വൈയുടെ ഡെറിവേറ്റീവ് ആണെന്ന് ഓർക്കുക, താഴെ എക്സിന്റെ ഡെറിവേറ്റീവ് ആണെന്ന് ഓർക്കുക. അങ്ങനെ അങ്ങ് ചെയ്താൽ മതി. ഇനി എന്ത് ചെയ്യുക, ടി കോസ് ടി പ്ലസ് സൈൻ ടി, ഇവിടെ മൈനസ് സൈൻ ടി വരത്തില്ലേ, പ്ലസ് ഇൻറ്റു മൈനസ് സൈൻ ടി. ഇവിടെ താഴെ നമുക്ക് എന്താണ് കോസ് ടി മൈനസ് മൈനസ് കൂടെ ചേർന്ന് പ്ലസ് ടി സൈൻ ടി വരുന്നു, മൈനസ് കോസ് ടി വരുന്നു. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മണ്ടയ്ക്കൊന്ന് സൈൻ ടിയും വെട്ടിപ്പോന്നു, താഴെ കോസ് ടി എന്താണ് മൈനസ് കോസ് ടി. ബാക്കി എന്ത് വരുന്നു, ടി കോസ് ടി ബൈ ടി സൈൻ ടി വരുന്നു. എന്ത് വരും, ടിയും ടിയും ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ എന്ത് വരും പറഞ്ഞേ, കോസ് ടി ബൈ സൈൻ ടി അല്ലേ. എന്തോ കോസ് ടി ബൈ സൈൻ ടി പറഞ്ഞേ, കോട്ട് ടി. അപ്പൊ നമ്മുടെ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് കോട്ട് ടി ആയിരുന്നു. പക്ഷെ നമ്മുടെ ചോദ്യം നമ്മൾ നോക്കിക്കേ, ഡി വൈ ബൈ ഡി എക്സ് അറ്റ് ദ പോയിന്റ് ടി ഈക്വൽ ടു പൈ ബൈ 2. എന്താണ് ഡി വൈ ബൈ ഡി എക്സ് എപ്പം കണ്ടുപിടിക്കണം, ടി പൈ ബൈ 2 ആകുമ്പോൾ. ഇങ്ങനെയാണ് നമ്മൾ അത് എഴുതുന്നത് അല്ലേ. നമ്മൾ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവില് പഠിച്ചത് ഡി വൈ ബൈ ഡി എക്സ് അറ്റ് ഡി എക്സ് ആണ് അറ്റ് ടി ഈക്വൽ ടു പൈ ബൈ 2. ഇനി എന്താണ് ഡി വൈ ബൈ ഡി എക്സ് കോട്ട് ടി എന്ന് കിട്ടി. ഇനി ടീന്റെ വില കൊണ്ടങ്ങ് ഇട്ട് കൊടുത്താൽ പോരെ. അപ്പൊ കോട്ട് പൈ ബൈ 2 കിട്ടും. പറഞ്ഞേ കോട്ട് പൈ ബൈ 2 എന്താ, കോട്ട് പൈ ബൈ 2 0. ഓക്കെ, കോട്ട് പൈ ബൈ 2ന്റെ വില 0 ആണ്. ട്രിഗണോമെട്രിക് ടേബിൾ നോക്കിക്കോണേ. സൈനും കോസും മാത്രം നമ്മൾ നോക്കിയാൽ പോരാ, ബാക്കിയുള്ളതിനെ നോക്കണം. ഓക്കെ, അടുത്തത് നോക്കിക്കേ, വേറൊരു പാരാമെട്രിക്കില് കൊടുത്തേക്കാണ്. പക്ഷെ നമ്മുടെ അടുത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ കണ്ടുപിടിക്കാനാണ്. ചെയ്തു നോക്കാം. ആദ്യമേ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കണം, ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കണം. ഓക്കെ, ഓർത്തോണേ, വൈ ആണ് ആദ്യമേ ഡെറിവേറ്റീവ് എടുക്കണം. എ ഇൻറ്റു 1 മൈനസ് കോസ് ടി എന്ത് വരും, എ ഇൻറ്റു 1ന്റെ ഡെറിവേറ്റീവ് 0 മൈനസ് കോസ് ടിയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടി. അതാണ് നമ്മൾ ആദ്യം മണ്ടയ്ക്ക് ചെയ്യേണ്ടത്. ഇനി എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് താഴെ വരുന്നത്, എ ഇൻറ്റു ടി പ്ലസ് സൈൻ ടി. മനസ്സിലാവുന്നുണ്ടേ. അപ്പം എക്സിന്റെ ഡെറിവേറ്റീവ് താഴെ ഡെറിവേറ്റീവ് എന്താണ്, ടി. എ അതേപോലെ എഴുതി, ടിയുടെ ഡെറിവേറ്റീവ് 1 വന്നു പ്ലസ് സൈൻ ടിയുടെ ഡെറിവേറ്റീവ് കോസ് ടി വന്നു. ഓക്കെ, എന്ന് വെച്ചാൽ എന്താണ്, ഈ മൈനസ് പ്ലസ് ആകും, 0 പ്ലസ് സൈൻ ടി ആകാം. അപ്പൊ എന്താ, എനിക്ക് എ സൈൻ ടി എന്ന് എഴുതിക്കൂടെ, ഡിവൈഡ് ബൈ എ ഇൻറ്റു 1 പ്ലസ് കോസ് ടി. എയും വെട്ടിപ്പോയി. ഇനി സൈൻ ടി ഡിവൈഡ് ബൈ 1 പ്ലസ് കോസ് ടി. ഇതെന്തുവാണെന്നറിയോ? ഓക്കെ, ഇതെന്തുവാണെന്നറിയോ? ഇത് നമ്മുടെ ടാൻ ടി ബൈ 2 ആട്ടോ. വെരി ഗുഡ്. ടാൻ എക്സ് ബൈ 2. വെരി ഗുഡ്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ടി അല്ലേ. നമ്മുടെ സൈൻ എക്സ് ബൈ 1 പ്ലസ് കോസ് എക്സ് എന്ന് വന്നപ്പോ എന്താണ്, ടാൻ എക്സ് ബൈ 2 വന്നു. ഇവിടെ എക്സ് ആയപ്പോ ഇവിടെ എക്സ് ബൈ 2. അപ്പൊ ഇവിടെ ടി ആകുമ്പോൾ നമുക്ക് എന്ത് വരാം, ടാൻ ടി ബൈ 2 എന്ന് വരാം. ആ ഒരു വേരിയബിൾ മാറിയെന്നേ ഉള്ളൂ. കിട്ടിയോ മക്കളെ? ക്ലിയർ ആയോ? ഇമ്പോർട്ടന്റ് ആണ് ഇത്. ഇത് നമ്മൾ ഓൾറെഡി നേരത്തെ പഠിച്ചതാണ്. ഞാൻ നേരത്തെ എന്നതാ കുറച്ച് ആദ്യമത്തെ ആ ഒരു പോർഷനിൽ ഞാൻ ഇത് പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഈക്വൽ ടു ടാൻ ടി ബൈ 2 എന്ന് അങ്ങ് എഴുതിയത്. ഡൗട്ട് അടിക്കല്ലേ. ആദ്യത്തെ ഭാഗത്ത് നോക്കണം കേട്ടോ. കുറച്ച് ആൾക്കാരെ ഞാൻ ട്രിഗണോമെട്രിയുടെ ആൾക്കാരെ എഴുതിയിട്ടുണ്ട്. അതിൽ നിന്നാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നത്. ഇനി നമ്മുടെ ഡി വൈ ബൈ ഡി എക്സ് എനിക്ക് കിട്ടി. ഓക്കെ, എന്താണ്, ടാൻ ടി ബൈ 2 കിട്ടി.
എനിക്ക് നോക്കിക്കോ dy/dx എന്ന് പറയുന്നത് tan t/2. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് d²y/dx² ആണ്. എന്ന് വെച്ചാൽ ഇതിനെ ഒന്നുകൂടെ ഡെറിവേറ്റീവ് എടുക്കുക എന്നല്ലേ അർത്ഥം അല്ലേ? അപ്പൊ നമ്മൾ ഇതിന്റെ ഒന്നുകൂടെ ഡെറിവേറ്റീവ് എടുക്കാൻ പോവാ. അപ്പൊ tan x-ന്റെ ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ എന്താണ്? sec² ആണ്. ഓക്കെ, sec². ഇവിടെ x-ന്റെ സ്ഥാനത്ത് t/2 ആണ് കിടക്കുന്നത്. ക്ലിയർ ആയേ? ഇൻറ്റു നമ്മുടെ ചെയിൻ റൂൾ എന്തുവാ? അകത്തുള്ള ആളെ ഇങ്ങനെ ഡെറിവേറ്റീവ് എടുത്തു പോകും. ഇനി t/2ന്റെ ഡെറിവേറ്റീവ്. ഓക്കെ, ഞാൻ അയാളെ 1/2 എന്ന് എഴുതുകയാണ്. പക്ഷെ ഈ t എന്ന് പറയുന്നത് എക്സും അല്ല വൈയും അല്ല അല്ലേ? അപ്പൊ ഞാൻ ഐയുടെ കൂടെ ഡെറിവേറ്റീവ് dt/dx. പിടികിട്ടിയോ? ശ്രദ്ധിച്ചോണേ. tan x-ന്റെ ഡെറിവേറ്റീവ് ആയിട്ട് sec², x-ന്റെ സ്ഥാനത്ത് ആരാണോ അയാളെ ഞാൻ പിടിച്ചിട്ട്. ഓക്കെ, ഇൻറ്റു 1/2 t/2. നമ്മൾ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇയാളുടെ ഡെറിവേറ്റീവിനെ എടുക്കണം. അതാണ് ഈ t/2ന്റെ ഡെറിവേറ്റീവ് 1/2 ഇട്ടു. ഇനി നിങ്ങൾ ഓർക്കണം, ഈ t എന്ന് പറയുന്നത് നമുക്ക് എക്സും അല്ല വൈയും അല്ലാത്ത ഒരാളാണ്. അപ്പൊ എക്സ്ട്രാ കിടക്കുന്ന ആളെ നമ്മൾ എന്താ ഒന്ന് ഡെറിവേറ്റീവ് എടുക്കുന്നു. പിടികിട്ടിയോ? റെസ്പോണ്ട് ചെയ്യണേ. ഈക്വൽ ടു sec² t/2 ഇൻറ്റു 1/2. ഈ ആംഗിളിലൊന്നും കയറി 1/2 ഇൻറ്റു ചെയ്ത് കളയല്ലേ, ഇത് വ്യത്യസ്തമായിട്ടുള്ള ആളാണ്. ഇൻറ്റു ഇനി ഈ dt/dx നിങ്ങൾ എങ്ങും പോവണ്ട. dx-ന്റെ ആള് ഈ കിടക്കുന്നതല്ലയോ? ശ്രദ്ധിച്ചോ, dx-ന് നേരെ കിടക്കുന്നത് ആരാണ്? a × 1 + cos t ആണ്. ക്ലിയർ ആണോ? dx-ന് നേരെ കിടക്കുന്ന ആള് a × 1 + cos t ആണ്. ആ ഡിനോമിനേറ്ററിനെ കയറി അങ്ങ് നോക്കിയാൽ മതി. നിങ്ങൾ dt/dx എഴുതുമ്പോൾ നമ്മുടെ dx എന്ന് പറയുന്നത് a × 1 + cos t അല്ലേ? ഇയാളുടെ റെസിപ്രോക്കൽ അങ്ങ് എടുത്താൽ മതി. ഓക്കെ, നമ്മുടെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് എന്താണ്? 1/a × 1 + cos t എന്ന് വരും. ശ്രദ്ധിച്ചോണ മക്കളെ, dt/dx എഴുതാൻ എന്താണ്? dx-ന്റെ റെസിപ്രോക്കൽ. ക്ലിയർ ആയോ? റെസ്പോണ്ട് ചെയ്യണേ. നിങ്ങളിത് പഠിക്കാത്ത ഇതായോണ്ടാണ് ഞാൻ ഇത് ഇത്ര എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി എഴുതാൻ പോവാ. 1/2 sec² t/2 ഡിവൈഡ് ബൈ എന്താണ്? ഒരു a ഉണ്ട് ഇൻറ്റു 1 + cos t. ക്ലിയർ ആണേ? ഓക്കെ, ഈക്വൽ ടു sec² t/2 ഡിവൈഡ് ബൈ 2a × 1 + cos t. ഇതാണ് നമുക്ക് ഇപ്പൊ കിട്ടിയ ആൻസർ. പക്ഷെ നമ്മുടെ ഓപ്ഷൻസ് ഓക്കെ ഫുള്ളും എന്താണ്? sec², sec⁴, ഇവിടെ ഒരാളും ഇല്ല, ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു മാറ്റവും കൂടെ വരുത്തണം. ഇനിയാണ് നമ്മൾ ട്രിഗണോമെട്രിയിലോട്ട് പോകുന്നത്. 1 + cos x, 1 + cos 2x എന്തുവായിരുന്നു? പ്ലസ് വരുമ്പോ ആര് നിൽക്കും? പറഞ്ഞോ. 2 പ്ലസ് വരുമ്പോ കോസ് തന്നെ നിൽക്കും കേട്ടോ മോനെ. പ്ലസ് വരുമ്പോ കോസ് തന്നെ 2 cos² x ആയിരിക്കും. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ പഠിക്കുന്നതാണ്. ഈക്വൽ ടു ഇവിടെ 1 + cos x ആണെങ്കിൽ ഇതിന്റെ പകുതി വരും. എന്താണ്? 2 cos² x/2 വരും. ഓക്കെ, ശ്രദ്ധിച്ചോണേ. നമുക്കിവിടെ എന്ത് വരും? sec² t/2 ഡിവൈഡ് ബൈ 2a ഇൻറ്റു ഈ 1 + cos t-ക്ക് പകരം ഞാൻ കൊടുക്കുന്നു 2 cos² t/2. ഡൗട്ട് ഉണ്ടോ? 1 + cos x എന്ന് പറയുന്നത് 2 cos² x/2. ട്രിഗണോമെട്രി നന്നായിട്ട് നോക്കണം. cos t എന്ന് പറയുന്നത് 2 cos² t/2. ഇതിങ്ങനെ ചെയ്യാൻ മാർഗമുള്ളൂ, വേറെ ഒരു മാർഗവും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ അങ്ങ് പോകുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഈക്വൽ ടു നോക്കിക്കേ, ഈ cos² എന്ന് പറയുന്നത് റെസിപ്രോക്കൽ താഴെ കിടക്കുമല്ലേ? അപ്പൊ മണ്ടയ്ക്ക് പോകുമ്പോ എന്തുമായിട്ട് വരും? cos² മണ്ടയ്ക്ക് പോകുമ്പോ എന്തുവാകും? റെസിപ്രോക്കൽ എടുക്കുമ്പോ എന്തുവാകും?
സീക്സ് സ്ക്വയർ. അപ്പൊ എനിക്ക് സീക്സ് സ്ക്വയർ, ഇവിടെ ഓൾറെഡി ഒരു സീക്സ് സ്ക്വയർ ഉണ്ടായിരുന്നു. ഇയാളെ മണ്ടയ്ക്കോട്ട് വരുമ്പോ എന്ത് വരും? എനിക്ക് സീക്സ് സ്ക്വയർ ടി ബൈ ടു ഇൻറ്റു സീക്സ് സ്ക്വയർ ടി ബൈ ടു എന്ന് വരും അല്ലേ? അപ്പൊ എനിക്ക് എന്ത് എഴുതാം? സീക്ക് റേസ് ടു 4 ടി ബൈ ടു ഡിവൈഡഡ് ബൈ സ്ക്വയറും സ്ക്വയറും കൂടെ റേസ് ടു 4 ആയി, ഡിവൈഡഡ് ബൈ ദാ 2a ഇൻറ്റു 2 4a വരും. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പൊ ഇത് കുറെ ട്രിഗണോമെട്രിയുടെ സാധനങ്ങൾ ഇങ്ങനെ എന്താ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോക്കിക്കേ, 6 റേസ് ടു 4 ടി ബൈ ടു ഡിവൈഡ് ബൈ 4a. നമ്മുടെ ഓപ്ഷൻ ബി ആണ് ആൻസർ. നിങ്ങൾ ഇതൊന്ന് പയ്യെ ഒന്ന് മനസ്സിലാക്കി ഒന്ന് നോക്കണേ ഒന്നുകൂടെ ഈ സ്റ്റെപ്പ് എല്ലാം കേട്ടോ. അടുത്തതിലോട്ട് പോവാണ്. ഇങ്ങനെയും ചിലപ്പോൾ ചോദ്യങ്ങൾ വയ്ക്കാം. ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാരണം, നമ്മൾ ഡബിൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ സെക്കൻഡ് ഓർഡർ എടുക്കുമ്പോൾ നമ്മളൊരു ഡി ടി ബൈ ഡി എക്സ് കൊണ്ട് ഗുണിക്കുകയും കൂടെ ചെയ്യും. അതൊരിക്കലും മറക്കരുത് കേട്ടോ. ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ ചെയ്യുമ്പോൾ നമ്മൾ ഡി ബൈ ഡി എക്സ് ഓഫ് നമ്മുടെ ഡെറിവേറ്റീവ് ഡി എക്സ് ഇതിനെ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചതിന് ശേഷം ഒരു ഡി ടി ബൈ ഡി എക്സ് കൊണ്ടും കൂടെ ഇൻറ്റു ചെയ്യും. അയാളെ മറക്കരുത്, ഈ ഒരു സ്റ്റെപ്പ് മറക്കരുത് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. കുറെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ നോക്കിയേ, വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് ടി ഡിവൈഡഡ് ബൈ റൂട്ട് 1 പ്ലസ് ടി സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു കോസ് ഇൻവേഴ്സ്. ഇവിടെ 1 ആണ്, ഇത് മിസ്റ്റേക്ക് ആണ്. കോസ് ഇൻവേഴ്സ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് 1 പ്ലസ് ടി സ്ക്വയർ. ഓക്കെ, നമ്മൾ ഡി വൈ ബൈ ഡി എക്സിനെ എങ്ങനെയാണ് പറയാറുള്ളത്? ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ്, ഇങ്ങനല്ലേ? അപ്പൊ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന ഇവിടെ ഇയാളുടെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. നോക്കിക്കോ, ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് ടി ഡിവൈഡ് ബൈ റൂട്ട് 1 പ്ലസ് ടി സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു എക്സിന്റെ സ്ഥാനത്ത് ഇയാളാണ്. കോസ് ഇൻവേഴ്സ് 1 ബൈ റൂട്ട് 1 പ്ലസ് ടി സ്ക്വയർ. ഇതാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ ഇതൊന്നും വേണ്ട. ഓക്കെ, അപ്പൊ ഞാൻ ഈ പറയുന്ന രീതി ചെയ്താൽ മതി. നമ്മൾ ഈ ഓരോരുത്തർക്കും ഓരോ പേരങ്ങ് കൊടുക്കും. ഇയാൾക്ക് ഞാൻ യു എന്ന് കൊടുത്തു, ഇയാൾക്ക് ഞാൻ വി എന്ന് കൊടുക്കും. ഓക്കെ, അപ്പൊ ഇത് നോക്കിക്കേ, ഇനി എനിക്ക് എന്ത് ചെയ്താൽ മതി? ഡെറിവേറ്റീവ് ഓഫ് യു എ വിത്ത് റെസ്പെക്ട് ടു എന്ന് വെച്ചാൽ ഡി ബൈ ഡി യു ബൈ വിത്ത് റെസ്പെക്ട് ടു, പുതിയ പേര് വി അല്ലേ, ഇതങ്ങ് കണ്ടുപിടിച്ചാൽ മതി. ക്ലിയർ ആയ മക്കളെ? ഇങ്ങനെ ചോദിക്കുമ്പോൾ ആദ്യത്തെ ഫംഗ്ഷന് യു എന്ന് കൊടുക്കുക, രണ്ടാമത്തെ ഫംഗ്ഷന് വി എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പൊ യു എന്ന് പറയുന്നത് കിട്ടി, ഇനി വി എന്ന് പറയുന്നത് കിട്ടി. എന്നിട്ട് നിങ്ങൾ എന്താണ് നമ്മള് ഡി എക്സും ഡി ടിയും ഒക്കെ നമ്മള് തൊട്ട് മുന്നേ നമ്മളില്ല പാരാമെട്രിക് ഫോം തന്നെയല്ലേ ഇതാ ഇവിടെയും കിടക്കുന്നത്. യു എന്ന് പറയുന്ന ഫംഗ്ഷൻ ടിയിലാണ് കിടക്കുന്നത്, അതേപോലെ വി എന്ന് പറയുന്ന ഫംഗ്ഷൻ ടിയിലാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഡി യു ബൈ ഡി വി കണ്ടുപിടിക്കണം. ഓക്കെ, അതിന് മുന്നേ ഒരു കാര്യം കൂടെ. നമ്മളെല്ലാം ഞാൻ ട്രയാങ്കിൾ ഒക്കെ വെച്ച് നമ്മുടെ ഇൻവേഴ്സിൽ നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടോ? ഇല്ല, എക്സ് സ്ക്വയറിന്റെ ഒക്കെ ടേം വെച്ച് നോക്കിക്കോണേ. സൈൻ ഇൻവേഴ്സ് ടി ബൈ റൂട്ട് 1 പ്ലസ് ടി സ്ക്വയർ. ഇങ്ങനെ വരുമ്പോഴേ ഈ സൈൻ ഇൻവേഴ്സിനകത്ത് കിടക്കുന്നതെന്ന് വെച്ചാൽ സൈൻ എന്ന് പറയുന്ന ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ന്യൂസ് അല്ലേ? ക്ലിയർ ആയോ? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ന്യൂസ്. അപ്പൊ നിങ്ങൾ ഈ ടൈപ്പ് ചോദ്യങ്ങൾ ഈ ഒരു രൂപത്തിൽ വേണം ചെയ്യാൻ. നോക്കിക്കോ, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ന്യൂസ് എന്ന് വെച്ചാൽ ഈ ടി എന്ന് പറയുന്ന ഓപ്പോസിറ്റ് സൈഡായി ഇവിടെ വരും. ഈ റൂട്ട് 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഹൈപ്പോട്ന്യൂസിൽ വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മറ്റേ ആൾ എന്തുവായിരുന്നു? ഓർമ്മയുണ്ടോ ആർക്കേലും? ഈ ഒരു സൈഡിൽ ആര് വരുമെന്ന്? ഇവിടെ നിന്നാലും നിങ്ങൾക്ക് പറയാം. ഈ 1 പ്ലസ് ഇതിന് 1 സ്ക്വയർ ഇട്ടൂടെ? അപ്പൊ ടി എന്ന് പറയുന്നത് ഇതാ ഇവിടെ ഉണ്ട്. അപ്പൊ ഇനി അടുത്ത ആള് വരുന്നത് ഇവിടെ 1 ആണ്. ക്ലിയർ ആയോ? ഇത് നമ്മള് ട്രിഗണോമെട്രി ഇൻവേഴ്സിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് ഈ ഒരു ട്രയാങ്കിൾ ഒക്കെ വരയ്ക്കുന്നത്. ശ്രദ്ധിച്ചോണേ. അപ്പൊ ഞാൻ ഈ ട്രയാങ്കിളിൽ നിന്നും ഞാൻ കോസ് ഇൻവേഴ്സിന്റെ വില ഇടും. ഓക്കെ, ഈ ട്രയാങ്കിളിൽ നിന്നും
ഞാൻ കോസ് ഇൻവേഴ്സിന്റെ വില എഴുതാൻ പോവാ. പറഞ്ഞേ, കോസ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? അഡ്ജസെന്റ് ബൈ ഹൈപ്പോട്ന്യൂസ് അല്ലേ? പറഞ്ഞേ, ഈ ട്രയാങ്കിളിൽ നിന്ന് മണ്ടയ്ക്ക് ന്യൂമറേറ്ററിൽ എന്ത് വരും? അഡ്ജസെന്റ് എന്ന് പറയുന്നത് 1 ഡിവൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുന്നത് √1 പ്ലസ് t² ആണ്. ഓക്കെ, നമ്മൾ ഇതാ ഈ യു എന്ന് പറയുന്ന ഫംഗ്ഷൻ ആയിരുന്നു സൈൻ ഇൻവേഴ്സ് t ഡിവൈഡ് ബൈ √1 പ്ലസ് t². ഓക്കെ, അതിൽ നിന്നുണ്ടാക്കിയ ട്രയാങ്കിളിൽ നിന്നും എനിക്കിപ്പോ ആൻസർ കിട്ടി. ഇതിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? കോസ് ഇൻവേഴ്സ് 1 ബൈ √1 പ്ലസ് t². പിടികിട്ടിയ മക്കളെ? ആ ട്രയാങ്കിളിൽ നിന്ന് മറ്റൊരു വില, കോസിന്റെ എന്താണ് ഫോമിന് വില എഴുതിയത്. ക്ലിയർ ആയോ? അപ്പൊ എനിക്ക് യു എന്ന് പറയുന്നത് നേരത്തെ സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ √1 പ്ലസ് x² ആയിരുന്നപ്പോൾ ഞാൻ ട്രയാങ്കിൾ വെച്ച് എനിക്ക് ഇപ്പൊ എന്ത് വന്നു? കോസ് ഇൻവേഴ്സ് എക്സ് ബൈ √1 പ്ലസ് x² ആയിട്ട് വന്നു. സോറി, 1 പ്ലസ് അല്ലല്ലോ, എന്താ 1 ഡിവൈഡ് ബൈ ആണ് അല്ലേ? കോസ് ഇൻവേഴ്സ് 1 ഡിവൈഡ് ബൈ. ഇത് നമ്മുടെ വിനെ ഒന്ന് നോക്കിക്കേ. വിയുടെ വാല്യൂ കൂടെ ഞാൻ എഴുതാൻ പോവാ. വിയുടെ വില എന്ന് പറയുന്നത് കോസ് ഇൻവേഴ്സ്, വിയുടെ വില എന്ന് പറയുന്നത് നോക്കേ, രണ്ടാമത്തെ ഫംഗ്ഷൻ 1 ഡിവൈഡ് ബൈ √1 പ്ലസ് x² ആണ്. ഇനി നിങ്ങളൊന്ന് നോക്കിക്കേ, ഈ യു എന്ന് പറയുന്ന പുതിയതായിട്ട് എഴുതിയ വാല്യൂ ഇത്, വി എന്ന് പറയുന്ന ഇത്, എന്ത് പറയാ നിങ്ങൾക്ക്? എന്തായി പോയി ഇവിടെ? രണ്ടും സെയിം ആണ്. അപ്പൊ നിങ്ങൾ ഡി യു ബൈ ഡി വി അല്ലായിരുന്നു നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെ സെയിം ആണ് എങ്കിൽ എന്താണ് അർത്ഥം? ഇയാളുടെ ഡെറിവേറ്റീവ് ഓഫ് കോസ് ഇൻവേഴ്സ് 1 ബൈ √1 പ്ലസ് x² ഡിവൈഡ് ബൈ ഡെറിവേറ്റീവ് ഓഫ് എന്താണ് കോസ് ഇൻവേഴ്സ് 1 ബൈ √1 പ്ലസ് x². ഇത് ക്യാൻസൽ ആയി പോയി നമ്മുടെ ആൻസർ എന്ത് വരും? 1 വരും. ഓക്കെ, അപ്പൊ ഓർത്താ മതി, ഇതാ ഇയാള് രണ്ടുപേരും സെയിം ആണ് എങ്കിൽ നമുക്ക് 1 വരും. ഇപ്പൊ എനിക്ക് ഇവിടെ 1/2 ഉണ്ടെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എനിക്ക് 1/2 അല്ലേ, ഇയാളല്ലയോ ആദ്യം മണ്ടയ്ക്ക് എഴുതുന്ന ടേം. അപ്പൊ 1/2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 1 ബൈ √ ഇയാള് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് താഴെ കിടക്കുന്നത് കോസ് ഇത്. അപ്പൊ ഇതും ക്യാൻസൽ ആയി, ഈ കോൺസ്റ്റന്റ് വെളിയിൽ നിൽക്കും. അപ്പൊ ആ ഒരു കണ്ടീഷൻ കൂടെ നോക്കിക്കോണേ. ക്ലിയർ ആയോ? ഇവിടെ രണ്ടും സെയിം ആയതുകൊണ്ട് ക്യാൻസൽ ആയിപ്പോയി. കോൺസ്റ്റന്റ് ഒക്കെ ഉണ്ടെങ്കിൽ കോൺസ്റ്റന്റിനെ കൂടെ നമ്മൾ പുറത്തെടുക്കും കേട്ടോ. മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കോ. ഇത് സിമ്പിൾ ഒരു ചോദ്യം ഇങ്ങനെ കിടക്കുന്നതിന്. നിങ്ങൾക്ക് ഇൻവേഴ്സ് അറിഞ്ഞാൽ ഇത് പെട്ടെന്ന് ചെയ്യാം. ദി ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് 2x ബൈ 1 പ്ലസ് x² വിത്ത് റെസ്പെക്ട് ടു കോസ് ഇൻവേഴ്സ് ഓഫ് ഒരു ടേം. അപ്പൊ നമ്മൾ ആദ്യം എന്താ യു എന്ന് പറഞ്ഞ് ഇയാളെ അങ്ങ് എടുക്കും. സൈൻ ഇൻവേഴ്സ് 2x ഡിവൈഡ് ബൈ 1 പ്ലസ് x². ഓക്കെ, ഇനി വി എന്ന് പറയുന്നതിനെ എന്തെഴുതും? കോസ് ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് x² ബൈ 1 പ്ലസ് x². എത്ര പേര് ഇൻവേഴ്സ് പഠിച്ചെന്ന് നോക്കട്ടെ. ഇതിന്റെ വില എന്തുവാ? എന്തുവാ അറിയോ? 2 ഈ അകത്തുള്ള ആളെ നോക്കേ. 2 sin inverse x. 2 സൈൻ ഇൻവേഴ്സ് ആണോടാ മോനെ? 2 അകത്തുള്ള ആളെ നോക്കേ. 2x ബൈ 1 പ്ലസ് x². 2 tan x ബൈ 1 പ്ലസ് tan സ്ക്വയർ എക്സ്. ഇയാളെ ഓർത്താ മതി. ഓക്കെ, 2 ഇട്ട് കൊടുക്കുക. ഈ ടാനിനല്ലയോ നമ്മൾ ഇവിടെ ചെയ്യുന്നത് എക്സിന്റെ സ്ഥാനത്ത്, അയാളെ എഴുതുക 2 tan ഇൻവേഴ്സ് എക്സ്. അതിന്റെ ഫോർമുല ഇത്. ഇനി കോസ് ഇൻവേഴ്സ് ഇതിന്റെ വില എന്തുവാ? നമ്മൾ പഠിച്ചിട്ടുണ്ട് 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ്. അപ്പൊ കോസ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് 2, ഈ എക്സിന്റെ സ്ഥാനത്ത് ആരാ കിടക്കുന്നത്? ടാൻ ആണ്. ക്ലിയർ ആയോ? അപ്പൊ 2 ടാൻ ഇൻവേഴ്സ് എക്സ്. ഇൻവേഴ്സ് നന്നായിട്ട് നോക്കിക്കോണേ, ഇൻവേഴ്സും ട്രിഗണോമെട്രിയും. ഇനി നിങ്ങൾ പറഞ്ഞേ, ഞാൻ ഡി യു ബൈ ഡി വി എടുക്കുകയാണ്, എനിക്ക് വാല്യൂ എന്ത് വരും? ഒറ്റയടിക്ക് പറയാൻ 1. വെരി ഗുഡ്. കാരണം ഇത് രണ്ടും സെയിം ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്താണ്
അതിന്റെ രണ്ടും ക്യാൻസൽ ആയി പോകുമെന്ന് പറയാം. എന്ത് ആൻസർ 1 വരും. ഓപ്ഷൻ ബി ആണ്. ക്ലിയർ ആയോ? ഇങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാം. ഓക്കെ, അതായിരുന്നു പാരാമെട്രിക്കിൻ്റെത്. ഓക്കെ, പാരാമെട്രിക്കിൻ്റെത് d²y/dx² ചെയ്യുന്നത് നന്നായിട്ട് നോക്കിക്കോ കേട്ടോ. അടുത്ത നോക്കിക്കോ, d/dx ഓഫ് കോസ് ഓഫ് എക്സ് എന്താണ് ഡിഗ്രി, കോസ് ഓഫ് എക്സ് ഡിഗ്രി. സാധാരണ കോസ് എക്സ് ഡിഗ്രിയുടെ എന്തോ നമ്മൾ സാധാരണ എഴുതാറ്? കോസ് എക്സിന്റെ എന്തുവാ എഴുതാറ്? കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. ഇതെല്ലാം റേഡിയനിലാണ് കേട്ടോ. ഈ എക്സുകളെല്ലാം റേഡിയനിലാണ്. കാരണം നമ്മൾ സൈൻ π/3 ഇങ്ങനെയൊക്കെ അല്ലയോ വല്ല ട്രിഗ്നോമെട്രിയിൽ നോക്കുന്നത് സാധാരണ രീതിയിൽ. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് പക്ഷെ നോക്കാം, എന്താ മൈനസ് സൈൻ നേരത്തെ പഠിച്ച രീതിയിലാണെങ്കിൽ എക്സ് ഡിഗ്രി വരും. പക്ഷെ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവരൊരു എന്താണ് നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തരുന്നത്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ എക്സ് ഡിഗ്രിയെ ആരിലേക്ക് മാറ്റണം? റേഡിയനിലേക്ക് മാറ്റണം. അപ്പൊ എക്സ് ഡിഗ്രിയെ റേഡിയനിലേക്ക് മാറ്റാൻ ആരെ കൊണ്ട് ഗുണിക്കണം? നമ്മള് മണ്ടയ്ക്ക് റേഡിയൻ വരണം. പറഞ്ഞോ. വെരി ഗുഡ്, വെരി ഗുഡ്. π/180. ഓർത്താ മതി, ഡിഗ്രി ആണ് നമുക്ക് മാറ്റേണ്ടത്. അപ്പൊ മണ്ടയ്ക്ക് ഒരു പൈ വരണം. അപ്പൊ ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? മണ്ടയ്ക്ക് പൈ വരണം. അപ്പൊ താഴെ ഒരു 180 കൂടെ അങ്ങ് ഗുണിക്കുന്നു. ഇനി ഞാൻ ഇവിടെ കൊണ്ടിട്ട് കൊടുക്കാൻ പോവാ d/dx ഓഫ് കോസ് എക്സ് ഇൻറ്റു π/180. കുഴപ്പമില്ലേ? എക്സ് ഡിഗ്രി എന്ന് പറയുന്നത് എക്സ് π/180 ആണ്. ഇനി നിങ്ങൾ ഡെറിവേറ്റീവ് എടുത്താൽ മതി. കോസ് ഇയാളുടെ ഡെറിവേറ്റീവ് നമ്മൾ ചെയിൻ റൂൾ ആണ് അപ്ലൈ ചെയ്യുന്നത്. കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ കിടക്കുന്നത് എക്സ് π/180. ഓക്കെ, ഇൻറ്റു ചെയിൻ റൂൾ എന്ന് പറയുമ്പോൾ ഇനി അകത്ത് കിടക്കുന്ന ആളുടെയും ഡെറിവേറ്റീവ് താഴെ എടുക്കണം. എന്താണ് എക്സ് π/180യുടെ ഡെറിവേറ്റീവ്? പറഞ്ഞേ, എന്ത് വരും? എക്സ് π/180യുടെ ഡെറിവേറ്റീവ് എക്സ് ഉള്ള ആളെ എന്ത് വരും? 1. എക്സിന്റെ ഡെറിവേറ്റീവ് 1. അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം? π/180 ഇൻറ്റു dx/dx എന്ത് വരും? π/180. അപ്പൊ നിങ്ങൾ 2xന്റെ ഡെറിവേറ്റീവ് എങ്ങനെയാ മക്കളെ പറയുന്നത്? 2xന്റെ ഡെറിവേറ്റീവ് എടുത്ത ആൻസർ എന്ത് കിട്ടും? പറഞ്ഞോ. 2xന്റെ ഡെറിവേറ്റീവ് എടുത്താൽ എന്ത് കിട്ടും? എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആകും. അപ്പൊ 2 ഇൻറ്റു 1. 2xന്റെ ഡെറിവേറ്റീവ് 2 ഇങ്ങ് വന്നു. ഇനി എക്സിന്റെ ഡെറിവേറ്റീവ് 2. ഓക്കെ, അപ്പൊ ഒരു കോൺസ്റ്റന്റ് ഇങ്ങനെ ഓർത്താൽ മതി. കോൺസ്റ്റന്റ് ഇൻറ്റു എക്സ് ആണ് എങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ആ കോൺസ്റ്റന്റ് ആയിരിക്കും ഡെറിവേറ്റീവ്. ഓർത്തു വെച്ചോ. d/dx ഓഫ് 4x എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആയ 4 ആണ്. ക്ലിയർ ആയോ? അപ്പൊ ഒരു 10,000x ഇതിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 10,000 വരും. ഓക്കെ, ഓർത്തോണേ. അപ്പൊ നമ്മുടെ എക്സ് π/180യുടെ ഡെറിവേറ്റീവ് ഈ എക്സിനെ അങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി. ബാക്കി ആരാ നിൽക്കുന്നത്? π/180. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. ഇനി മൈനസ് ഈ കോൺസ്റ്റന്റിനെ എല്ലാം ഞാൻ എടുത്ത് ആദ്യമേ എഴുതി. മൈനസ് π/180 ഇൻറ്റു സൈൻ. ഇതിനെ എനിക്ക് തിരിച്ച് എക്സ് ഈ നോക്കിക്കേ ഡിഗ്രി, ഈ എക്സ് സൈനിനെല്ലാം ശേഷം ഡിഗ്രി അല്ലേ വരുന്നത്? ഓക്കെ, അപ്പൊ ഞാൻ ഇത് എക്സ് ഡിഗ്രി എന്ന് പറയുന്നത് എന്തായിരുന്നു? എക്സ് π/180 അല്ലേ? അങ്ങനെയാണെങ്കിൽ എക്സ് π/180 എന്ന് പറയുന്നത് നേരെ തിരിച്ച് എനിക്ക് എക്സ് ഡിഗ്രി എന്നും കൂടെ എഴുതാലോ. കിട്ടിയോ? നേരെ തിരിച്ച് നമ്മൾ കൊണ്ടെഴുതി. ഇയാളെ ഞാൻ എക്സ് ഡിഗ്രി എന്നങ്ങ് എഴുതി. കിട്ടിയോ? ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്, മൈനസ് π/180. അപ്പൊ ഇതൊന്ന് നോക്കിക്കോണേ കേട്ടോ. അടുത്തത് ഡെറിവേറ്റീവ് ഓഫ്, അപ്പൊ ഞാൻ ഇയാളെ ഞാൻ യു എന്ന് എടുത്തു. ടാൻ ഇൻവേഴ്സ് √1 + x² - 1/x. അപ്പൊ ഈ രണ്ടാമത്തെ ആളെ വിത്ത് റെസ്പെക്ട് ചെയ്യുമ്പോൾ ഞാൻ വി എന്ന് എടുത്തു. എന്താണ്? സൈൻ ഇൻവേഴ്സ് 2x/√1
1 പ്ലസ് എക്സ് സ്ക്വയർ. ഇതെന്തുവാ? നമ്മൾ നേരത്തെ ഇത് പറഞ്ഞായിരുന്നു, സിമ്പിളായിട്ട് എഴുതാം, ഇങ്ങനെ എഴുതാം എന്ന് പറഞ്ഞായിരുന്നു. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? പറയട്ടെ. 1/2 ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയാം. ഇതെന്തുവാ? നോക്കിക്കോണേ, നമ്മൾ ഈ ഒരു ഡെറിവേറ്റീവിന്റെ ഡിഫറൻസിയേഷന്റെ ആദ്യത്തെ ആ സ്ലൈഡ്സിൽ ഞാൻ ഇട്ട ഒരു സിമ്പിൾ ഫോം. ഇത് ഡിറൈവ് ചെയ്ത് പോകാനാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം എടുക്കും. അതിന് പകരം ഇത് പഠിച്ചു വെക്കുമെങ്കിൽ ഡയറക്റ്റ് ഇങ്ങനെ നിങ്ങൾക്ക് 1/2 ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് അങ്ങ് എഴുതാം. അതിനാണ് പറയുന്നത്. ഇനി ഇയാളെന്ന് പറയുന്നത് എന്തുവാ? തൊട്ട് മുന്നേ നമ്മൾ ചെയ്തതാണ് എന്ത്? 2 ടാൻ ഇൻവേഴ്സ് എക്സ്. നമുക്ക് du/dv ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ നോക്കിക്കേ, ഇവിടെ ടാൻ ഇൻവേഴ്സ് ഉണ്ട്, ടാൻ ഇൻവേഴ്സ് ഉണ്ട്, അതങ്ങ് വെട്ടിപ്പോയി. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? 1/2 ഡിവൈഡ് ബൈ 2. എന്ത് വരും? 1/2 ഡിവൈഡ് ബൈ 2 1/4. ഓക്കെ, 1/2 ഡിവൈഡ് ബൈ 2 എന്ന് വെച്ചാൽ 1/2 ഇൻറ്റു ഇത് ഇങ്ങോട്ട് ഡയറക്റ്റ് ഇങ്ങോട്ട് കയറുമെന്ന് ഓർത്താലും മതി. സത്യത്തിൽ ഈ ഒരു ഡിവിഷൻ റെസിപ്രോക്കൽ ആയി മൾട്ടിപ്ലിക്കേഷൻ ആയാണ് നമുക്ക് ഇങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ 1/4 ആണ്. അപ്പൊ ഈ ഇൻവേഴ്സിനെ നന്നായിട്ട് പഠിച്ചോണേ മക്കളെ, കേട്ടോ. വീണ്ടും ഇത് തന്നെ വന്നേക്കുന്നു, കോട്ട് ഇൻവേഴ്സ്. നമുക്ക് നോക്കാം ഡെറിവേറ്റീവ് ഓഫ് കോട്ട് ഇൻവേഴ്സ്. അപ്പൊ ഞാൻ ഇയാളെ കോട്ട് ഇൻവേഴ്സിനെ ഞാൻ ഒന്ന് ചെറുതാക്കാൻ പോവാ. കോട്ട് ഇൻവേഴ്സ് 1 മൈനസ് എക്സ് ബൈ 1 പ്ലസ് എക്സ്. ഞാൻ ഈ എക്സിനെ ടാൻ തീറ്റ എന്ന് കൊടുക്കുന്നു. അപ്പൊ കോട്ട് ഇൻവേഴ്സ് 1 മൈനസ് ടാൻ തീറ്റ ബൈ 1 പ്ലസ് ടാൻ തീറ്റ എന്ന് വരുന്നു. ഈ അകത്ത് കിടക്കുന്ന വില എന്തുവാ? ഇത് ഞാൻ ഇത് പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടോ? അല്ലട മോനെ, ഇത് അങ്ങനൊന്നും ചെയ്യണ്ട കേട്ടോ. ഇത് നമ്മൾ ജസ്റ്റ് ഞാൻ നേരത്തെ 1 മൈനസ് ടാൻ തീറ്റ ബൈ 1 പ്ലസ് ടാൻ തീറ്റ എന്ന് പറയുന്നത് ഓർമ്മയുണ്ടോ? നോക്കിക്കോ, ടാൻ ഓഫ് π/4 മൈനസ് ആയതുകൊണ്ട് ഇവിടെ മൈനസ് തീറ്റ. കിട്ടിയോ? ഇങ്ങനാണ് എഴുതുന്നത്. ഓക്കെ, ഈ ഒരു ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ ഡിറൈവ് ചെയ്ത് പോകാനാണെങ്കിൽ ഒരു കിൻഡൽ സ്റ്റെപ്പ് എടുക്കും. ഓക്കെ, അതെന്താണ്? ടാൻ π/4 മൈനസ് തീറ്റയാണ്. ഇതങ്ങ് പഠിച്ചു വെച്ചോട്ടോ. അറിയാം, മാത്സിൽ ഒരു കിൻഡലുണ്ട് പഠിക്കാൻ. നമ്മളിത് ഡിറൈവ് ചെയ്യാനാണെങ്കിൽ ഒരു കിൻഡൽ സമയം പോകും. നമുക്ക് 1 മിനിറ്റ് ആണ് മാക്സ്, 1-2 മിനിറ്റ് ആണ് മാക്സിമം. അതുകൊണ്ടാണ് നിങ്ങൾ പഠിച്ചു വെക്കാൻ പറയുന്നത്. ഓക്കെ, ഇത് നോക്കിക്കോ, നിങ്ങൾക്ക് കോട്ടാണ് വരുന്നത്. ഓക്കെ, ഇവിടെ കോട്ടും ഇവിടെ ടാനും. ഓക്കെ, കോട്ടും ടാനും തമ്മിൽ എന്താണ്? നമ്മുടെ കോറേഷ്യോ അല്ലേ വരുന്നത്? ഇങ്ങനെ ഓർത്താൽ മതി കേട്ടോ. കോറേഷ്യോസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ π/2 നിന്നും ഈ ആംഗിൾ അങ്ങ് കുറച്ചാൽ മതി. ഓക്കെ, π/2 മൈനസ് ഇതെന്താണ്? കോറേഷ്യോസ് ആണ്. ഓക്കെ, കോറേഷ്യോസ് ആണ്. നമ്മൾ കോറേഷ്യോ വരുന്ന എപ്പോഴാണ്? ഈ π/2 ഒക്കെ വരുന്ന കേസിലല്ലേ. അപ്പൊ നിങ്ങൾ ഈ π/2 നിന്നും ഈ കിടക്കുന്ന ആംഗിൾ ഏതാണ്? അതങ്ങ് കുറച്ചാൽ മതി. π/4. ഇതൊരു വലിയ ടേം ആയതുകൊണ്ട് π/4 മൈനസ് തീറ്റ ബ്രാക്കറ്റിൽ ഇടണം. ക്ലിയർ ആയോ? ഡൗട്ട് ഇല്ലേ? π/2 മൈനസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം π/4 പ്ലസ് തീറ്റ എന്ന് വരും. എന്ന് വെച്ചാൽ എന്താ? ഇത് അരയല്ലേ, അരയിൽ നിന്നും കാല് പോയാൽ എന്ത് വരും? അല്ലെ, മൈനസ് ചെയ്താൽ മതി. π/2 മൈനസ് π/4 എന്ത് വരും? ക്രോസ് ചെയ്തോ. 4π മൈനസ് 2π/8 വിച്ച് ഇസ് ഈക്വൽ ടു 2π/8 വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും? 5/4. ഓക്കെ, ക്ലിയർ ആണോ? നോക്കി, അരയിൽ നിന്നും ഞാൻ കാല് കുറച്ചു, എനിക്ക് വീണ്ടും കാലല്ലേ വന്നത്. അങ്ങനെ നമ്മുടെ സാധാ വാക്യത്തിൽ അതിൽ നിന്ന് നമുക്ക് ഇത് കിട്ടും. π/4 പ്ലസ് തീറ്റ. ഓക്കെ, π/4 പ്ലസ് തീറ്റ.
തീർന്നില്ല. നോക്കിക്കോ, നമുക്ക് ഇപ്പൊ കിട്ടിയത് നോക്കിക്കോ, കോട്ട് ആ ഒരു വാല്യൂ എന്നതായിരുന്നു, കോട്ട് 1 മൈനസ് എക്സ് കോട്ട് ഇൻവേഴ്സ് 1 മൈനസ് എക്സ് ബൈ 1 പ്ലസ് എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു, ഇപ്പൊ എനിക്ക് എന്ത് കിട്ടി, π/4 പ്ലസ് തീറ്റ എന്ന് കിട്ടി. ഇനി തീറ്റ എന്താണെന്ന് നമുക്കറിയാം. ഓക്കെ, നമുക്ക് എന്താണ് തീറ്റ എന്ന് പറയുന്നത്, എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു ടാൻ തീറ്റ അല്ലേ. ഓക്കെ, അഥവാ ടാൻ തീറ്റ ഈക്വൽ ടു എക്സ്. അപ്പൊ ഇതിന്റെ തീറ്റയുടെ വില എന്ത് വരും പറഞ്ഞേ? തീറ്റ ഈക്വൽ ടു ടാൻ ഇപ്പുറം പോകുമ്പം വെരി ഗുഡ്, ടാൻ ഇൻവേഴ്സ് എക്സ് വരും. അപ്പൊ ഇവിടെ കൊണ്ടുപോയി നമ്മൾ കൊടുക്കണം, 5/4 പ്ലസ് ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ വൈയുടെ വില മാത്രമേ വന്നുള്ളൂ, ഇനി ഇതിന്റെ ഡെറിവേറ്റീവും കൂടെ കണ്ടുപിടിക്കണം. ഓക്കെ, ഇവിടെ π/4ന്റെ വില എന്തുവാ? ഡെറിവേറ്റീവ് എടുക്കുമ്പം കോൺസ്റ്റന്റ് 0 പ്ലസ് ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/, വെരി ഗുഡ്, 1/1 പ്ലസ് എക്സ് സ്ക്വയർ. നമ്മുടെ ആൻസർ എന്ത് വരും? 1/1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. ഓക്കെ, ക്ലിയർ ആയോ? 1/1 പ്ലസ് എക്സ് സ്ക്വയർ, ഓപ്ഷൻ സി. നോക്കിക്കോണേ, ഇത് നമ്മൾ ഇങ്ങനെയൊക്കെ ഓർത്താൽ മതി. അരയുന്ന കാല് പോയി കാല് കെട്ടി അങ്ങനെയൊക്കെ വെച്ച് നമ്മൾ പെട്ടെന്ന് അങ്ങ് ചെയ്യാൻ നോക്കണം. ഇനി നോക്കിക്കോ, ഇതൊരു ഇച്ചിരിതാണ്. y ഈക്വൽ ടു സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ്. അങ്ങനെയാണെങ്കിൽ dy/dx കണ്ടുപിടിക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് സൈൻ ഓഫ് സൈൻ എക്സ് എന്ന് എനിക്ക് വന്നായിരുന്നെങ്കിൽ ഇവിടെ എന്ത് വാല്യൂ വന്നേനെ? എക്സ് വന്നേനെ അല്ലേ. അപ്പൊ ഞാൻ ഇവിടെ ടാൻ ഇൻവേഴ്സ് ആണ് എനിക്ക് വരുന്നത്. അപ്പൊ നോക്കിക്കോണേ, ഞാൻ ട്രയാങ്കിൾ അങ്ങ് വരച്ചു. നമ്മുടെ ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് വെച്ചാൽ എന്താണ്? x/1 ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ എക്സ് ഇവിടെയും വരും 1 ഇവിടെയും വരും. അങ്ങനെയാണെങ്കിൽ പൈതഗോറസ് തിയറം അനുസരിച്ച്, അഥവാ നമ്മൾ ട്രിഗണോമെട്രി ഇൻവേഴ്സിൽ പഠിച്ചാണ് 1 പ്ലസ് എക്സ് സ്ക്വയർ ഇവിടെ വരും. അപ്പോൾ ഞാൻ സൈൻ ഓഫ് എന്താണ് സൈനിൽ എഴുതാൻ പോവാം. അപ്പൊ ഇവിടെ സൈൻ ഇൻവേഴ്സിനകത്ത് ബ്രാക്കറ്റിൽ എന്ത് വരും മക്കളെ? പറഞ്ഞേ, ഓപ്പോസിറ്റ് ആരാ കിടക്കുന്നത്? പെട്ടെന്ന് പറഞ്ഞോ. x/, ഹൈപ്പോന്യൂസ് √1 പ്ലസ് എക്സ് സ്ക്വയർ വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ടാൻ ഇൻവേഴ്സിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കിയത്, അതിൽ നിന്നാണ് സൈനിൽ ഒരു വില ഉണ്ടാക്കിയത്. അപ്പൊ എനിക്ക് ടാൻ ഇൻവേഴ്സിന് പകരം എനിക്ക് സൈൻ ഇൻവേഴ്സ് ഇയാളെ കൊണ്ടിടാം, x/√1 പ്ലസ് എക്സ് സ്ക്വയർ. ഓക്കെ, ഇതും കൂടെ ക്യാൻസൽ ആയിപ്പോയി. ആൻസർ ആരെ നിൽക്കും? x/√1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് നിൽക്കും. ഓക്കെ, പക്ഷെ നമുക്ക് തീർന്നില്ല, നമ്മൾ ഡെറിവേറ്റീവ് ആണ് കണ്ടുപിടിക്കുന്നത്. നമ്മൾ y ആണ് കണ്ടുപിടിച്ച് സിംപ്ലിഫൈ ചെയ്തു വന്നത്. ഇനി ഡെറിവേറ്റീവ് dy/dx കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ്, നമ്മുടെ ഈ റൂൾ അപ്ലൈ ചെയ്തേ പറ്റൂ, കോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്തേ പറ്റൂ. ഓക്കെ, കോഷ്യന്റ് റൂൾ വെച്ച് നോക്കാം. നോക്കിക്കോ, y ഈസ് ഈക്വൽ ടു എന്താ? എക്സ് അല്ലേ, x/√1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ y ഡാഷ് അഥവാ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് നോക്കിക്കോണേ, ഡിനോമിനേറ്റർ ഇൻറ്റു ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ. ഓക്കെ, നോക്കിക്കോ, √1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു 1 വരും. അപ്പൊ അതിനെ ഞാൻ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് എഴുതിയാൽ മതിയല്ലോ. മൈനസ് എക്സ് ഇൻറ്റു √1 പ്ലസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? √x കൺസിഡർ ചെയ്യുമ്പം എനിക്ക് 1/2 √x ആണ് വരുന്നത്. ചെയിൻ റൂൾ ആണ് ഇവിടെ. 1/2 ഈ കിടക്കുന്ന എന്താണ് അത്, ഇൻറ്റു ഇതിനകത്ത് കിടക്കുന്നതിന്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 0 വരും, എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x വരും. അപ്പൊ എന്താണ്? 2x എന്ന് അങ്ങ് എഴുതാം, ഡിവൈഡഡ് ബൈ എന്താണ്? റൂട്ട്. ഇനി സ്ക്വയർ റൂട്ടും ഉണ്ട് സ്ക്വയറും ഉണ്ട്. അപ്പൊ എനിക്ക് 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് അങ്ങ് എഴുതാവേ. ഓക്കെ, ഇനി നോക്കിക്കോ, ഈക്വൽ ടു √1 പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് ഈ 2 വെട്ടിപ്പോകും. ഓക്കെ, ഇത് ന്യൂമറേറ്ററിലാണ് കിടക്കുന്നത്. എങ്ങനെ
1/2 റൂട്ട് 1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു 2x. ഈ 2ഉം 2ഉം വെട്ടിപ്പോവും. അപ്പൊ മണ്ടയ്ക്ക് എന്താണ് എക്സ് സ്ക്വയർ നിലനിൽക്കും. ഡിവൈഡ് ബൈ റൂട്ട് 1 പ്ലസ് എക്സ് സ്ക്വയർ. ഇത് നിങ്ങൾ ക്രോസ് ചെയ്യണം, എന്നിട്ട് താഴോട്ട് ഡിനോമിനേറ്ററിൽ കൊടുക്കണം. ഓക്കെ, അത് സിംപ്ലിഫൈ ചെയ്യുന്ന പണിയേ ഇവിടെ ഉള്ളൂ. ഇനി നോക്കാം, ഞാനിത് ക്രോസ് ചെയ്യുന്നു. അപ്പൊ എന്താ, റൂട്ടും കൂടെ ഗുണിക്കുന്നു. അപ്പൊ എന്താ, റൂട്ട് 1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു റൂട്ട് 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് വരുന്നു. അതെന്താണ്, 1 പ്ലസ് എക്സ് സ്ക്വയർ അല്ലേ? വെരി ഗുഡ്. അപ്പൊ ഇനി ഞാൻ അതേപോലെ എഴുതുവാണേ. അപ്പൊ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് വരുന്നു. മൈനസ് മൈനസ് ആണ്, ഈ 1ഉം ഇതും കൂടെ ഗുണിച്ചപ്പം എനിക്ക് എക്സ് സ്ക്വയർ വരുന്നു. ഡിവൈഡ് ബൈ റൂട്ട് 1 പ്ലസ് എക്സ് സ്ക്വയർ ഹോൾ ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ഓക്കെ, ഇതും ക്യാൻസൽ ആയി പോയി. എന്ത് വരുന്നു, ബാക്കി 1 മണ്ടയ്ക്ക് വരുന്നു. ഇനി റൂട്ട് 1 പ്ലസ് എക്സ് സ്ക്വയർ എന്താണ്, ഇവിടെ ഡിവിഷൻ ബൈ എന്താണ് 1 പ്ലസ് എക്സ് സ്ക്വയർ അല്ലേ? ഇതിനെ ഇതുകൊണ്ട് ഹരിച്ചേക്കുമല്ലയോ? അഥവാ നിങ്ങൾക്ക് എന്ത് പറയാം, ഇത് ഈ ഒരു ഡിനോമിനേറ്ററിലോട്ട് അങ്ങ് പോകുമെന്ന് പറയാം. അപ്പൊ എന്ത് വരും, റൂട്ട് 1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എക്സ് സ്ക്വയർ. ഇതിനെ എനിക്ക് എന്തായിരുന്നു എഴുതാം, 1 പ്ലസ് എക്സ് സ്ക്വയർ ദ ഹോൾ റേസ് ടു 1/2 അല്ലേ? ഓക്കെ, 1 പ്ലസ് എക്സ് സ്ക്വയർ ദ ഹോൾ റേസ് ടു 1/2 ഇൻറ്റു 1 പ്ലസ് എക്സ് സ്ക്വയർ. ഇത് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ അല്ലേ? ആൻസർ എന്ത് വരും മക്കളെ, 1 ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ദ ഹോൾ റേസ് ടു എം പ്ലസ് എൻ. ഇവിടെ 1 ആണ്. മനസ്സിലായോ? ഡൗട്ട് ഇല്ലേ? വെരി ഗുഡ്. 3/2. അപ്പൊ 1/2 പ്ലസ് 1 വരും. ആൻസർ എന്ന് പറഞ്ഞാൽ 1 ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ദ ഹോൾ റേസ് ടു 3/2. ഇതാണ് നമ്മുടെ ആൻസർ. ഇത് എന്താണ്, സോൾവ് ചെയ്യുന്ന കുറച്ച് സ്റ്റെപ്പ് ഉണ്ടെന്നേ ഉള്ളൂ. നോക്കിക്കോ, 1 പ്ലസ് എക്സ് സ്ക്വയർ 1/1 പ്ലസ് എക്സ് സ്ക്വയർ ദ ഹോൾ റേസ് ടു 3/2. ഇതാണ് ഓപ്ഷൻ. ഇത് പയ്യെ എന്താന്ന് നോക്കണേ, ആ ഒരു സ്റ്റെപ്പ് ഇത് സോൾവ് ചെയ്യുന്നേ ഉള്ളൂ. ഈ ഒരു ചോദ്യം ഇത് കാണുമ്പോൾ വലുതായിട്ട് തോന്നും, പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. നോക്കിക്കോ, സീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് 1 ബൈ എക്സ് മൈനസ് 1 പ്ലസ് സൈൻ ഇൻവേഴ്സ് എക്സ് മൈനസ് 1 ബൈ എക്സ് പ്ലസ് 1. സീക്ക് ഇൻവേഴ്സ് എന്ന് വെച്ചാൽ കോസിന്റെ റെസിപ്രോക്കൽ അല്ലേ മക്കളെ? സീക്ക് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് കോസ് ഇൻവേഴ്സ് 1/x ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇൻവേഴ്സിൽ എപ്പോഴും ആറിലാണ് നമ്മുടെ മാറ്റങ്ങൾ വരുന്നത്, ഈ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന ആളിലാണ് വരുന്നത്. അപ്പൊ ഞാൻ ഇതിനെ കോസ് ഇൻവേഴ്സ് ആക്കുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ റെസിപ്രോക്കൽ അല്ലേ വരുന്നത്? പിടികിട്ടിയോ? സീക്ക് എന്ന് പറയുന്നത് കോസിന്റെ റെസിപ്രോക്കൽ ഇൻവേഴ്സിൽ നടക്കുന്നത് എപ്പോഴും എവിടാണ്? നമ്മുടെ ബ്രാക്കറ്റിലാണ്. അങ്ങനെയാണെങ്കിൽ പറഞ്ഞ നമ്മുടെ കോസിൽ എങ്ങനെ വരും വാല്യൂ? കോസ് ഇൻവേഴ്സ് ഈ കിടക്കുന്ന ടേമിന്റെ റെസിപ്രോക്കൽ എന്തുവാ? വെരി ഗുഡ്, എക്സ് പ്ലസ് 1. ഇനി നമ്മൾ ഇവിടെ നമ്മുടെ ആ ഒരു ഇൻവേഴ്സിൽ ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും ആൻസർ പറയാവോ? ഈ രണ്ടുപേരെ നോക്കിക്കേ, കോറേഷ്യോസ് തമ്മിൽ കൂട്ടുന്നു. ഈ ഉള്ളിൽ കിടക്കുന്ന ആൾക്കാർ സെയിം ആണ്. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു π/2. പഠിച്ചോണേ, π/2. ഇവിടെ കോസ് ഇൻവേഴ്സ് ഇവിടെ ഒരു ടേം ആണ്, സെയിം ആളാണ് ഇവിടെയും കിടക്കുന്നത്. പ്ലസ് സൈൻ ഇൻവേഴ്സ് മറ്റൊരു ടേം ആണ്. അതിന്റെ വില എന്താണ്? π/2 ആണ്. കോറേഷ്യോസ് തമ്മിൽ കൂട്ടുമ്പോൾ π/2 ആണ് വരുന്നത്. ക്ലിയർ ആയോ? അപ്പൊ വൈയുടെ വില സിംപ്ലിഫൈ ചെയ്തപ്പോ π/2 വന്നു. അപ്പൊ y ഡാഷ് അഥവാ ഡെറിവേറ്റീവ് dy/dx എടുക്കുമ്പോ എന്ത് വരും ആൻസർ? π/2ന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? π/2ന്റെ ഡെറിവേറ്റീവ് 0. ഇങ്ങനെയാണ് ചെയ്യുന്നത്. മൊത്തം നമ്മുടെ ഇൻവേഴ്സും ട്രിഗണോമെട്രിയും അരിച്ചു പറക്കി അങ്ങ് വെച്ചേക്കുക. ഓക്കെ, അതുകൊണ്ട് നന്നായിട്ട് പഠിച്ചോണം. ഓക്കെ, ഇത് നോക്കിക്കോ, സൈൻ എം
സൈൻ ഇൻവേഴ്സ് എക്സ്. നമുക്ക് ഡി സ്ക്വയർ എക്സ് ബൈ ഡി വൈ സ്ക്വയർ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഇതുകൊണ്ടേ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഒരു ചോദ്യം മാറ്റിക്കോ. അപ്പൊ ഞാൻ ഇവിടെ ഒന്ന് ചെയ്യാൻ പോവാം. വെയിറ്റ് ചെയ്യണേ. ഒരു കാര്യം ചെയ്യാം, ക്വസ്റ്റ്യൻ മാറ്റമല്ല, ഇത് ഇച്ചിരി സ്റ്റെപ്പ് ഉള്ളയാ. ഇത് ഞാൻ നിങ്ങൾക്ക് ടെലഗ്രാമിലൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇത് വേറൊരു രീതിയിലാണ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, ഇത് നോക്കിക്കോ. y ഈക്വൽ ടു 1 പ്ലസ് എക്സ് റേസ് ടു 1 പ്ലസ് എക്സ് ദ ഹോൾ റേസ് 1 പ്ലസ് എക്സ് റേസ് ടു 1/4 ഇൻറ്റു 1 പ്ലസ് എക്സ് റേസ് ടു 1/2 ഇൻറ്റു 1 മൈനസ് എക്സ് റേസ് ടു 1/4. ഈ രണ്ട് ടേംസ് നോക്കിക്കേ, ഞാൻ ഒന്ന് അടുപ്പിച്ചെഴുതാം. 1 പ്ലസ് എക്സ് റേസ് ടു 1/4 ഇൻറ്റു 1 മൈനസ് എക്സ് റേസ് ടു 1/4. മറ്റേ ആളെ ഞാൻ അതേപോലെ എഴുതി. ഇത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അല്ലേ? മനസ്സിലായോ? അപ്പൊ നമുക്ക് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് യൂസ് ചെയ്യാം. എന്ന് വെച്ചാൽ ഇവിടെ 1 ആണ് എ. അപ്പൊ എ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 1 സ്ക്വയർ വരും. മൈനസ് എക്സ് റേസ് ടു 1/4 ആണ് അടുത്ത ടേം, അതിന്റെ സ്ക്വയർ വരും. പിടികിട്ടിയോ? മനസ്സിലായോ മക്കളെ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് ഇട്ട് കൊടുക്കും. അപ്പൊ 1 പ്ലസ് എക്സ് റേസ് ടു 1/4 ഇൻറ്റു 1 മൈനസ് എക്സ് റേസ് ടു 1/4 എന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ എ, ഇതാണ് നമ്മുടെ ബി. അപ്പൊ അവ തമ്മിൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എഴുതിയതാണ് ഇത്. എന്താണ്? 1 സ്ക്വയർ മൈനസ് എക്സ് റേസ് ടു 1/4 ദ ഹോൾ സ്ക്വയർ. കിട്ടിയോ? ഈക്വൽ ടു 1 സ്ക്വയർ 1 മൈനസ് എക്സ് റേസ് ടു 1/4 ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? എക്സ് റേസ് ടു 1/4 ഇൻറ്റു 2. ഇതും ക്യാൻസൽ ആയാൽ എനിക്ക് എക്സ് റേസ് ടു 1/2 കിട്ടും. ഓക്കെ, ബാക്കി ഒരു ടേം ഉണ്ട്. ഈ നടുക്കലത്തെ ടേമിനെയാണ് പിടിച്ച് ഞാൻ ഈ സൈഡിലോട്ട് ഇങ്ങനെ എഴുതി പോകുന്നത്. ഡൗട്ട് അടിക്കല്ലേ? എക്സ് റേസ് ടു 1/2 1 പ്ലസ് എക്സ് റേസ് ടു 1/2 എന്ന് പറഞ്ഞാൽ ഈ നടുക്ക് കിടക്കുന്ന ഒരാളുണ്ട്, ഇയാളെ പിടിച്ച് എഴുതിയതാണ്. ഈക്വൽ ടു ഇവിടെയും നോക്കിക്കേ, എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഫോമിലല്ലേ കിടക്കുന്നത്. ഇവിടെ അപ്പൊ നമ്മള് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പൊ എ എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ 1 സ്ക്വയർ മൈനസ് ബി എന്ന് പറയുന്നത് നമ്മുടെ എക്സ് റേസ് ടു 1/2 ആണ്, അതിനെ സ്ക്വയർ ചെയ്യുന്നു. അപ്പൊ 1 സ്ക്വയർ 1 ആണ്. ഇതിന്റെ വില എന്ത് വരും? എക്സ് റേസ് ടു 1/2 ദ ഹോൾ സ്ക്വയർ. വെരി ഗുഡ്, എക്സ് വരും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്തു പോകുന്നത്. അപ്പൊ വൈയുടെ വില ഇപ്പൊ എനിക്ക് 1 മൈനസ് എക്സ് കിട്ടി. ഇനി വൈ ഡാഷ് കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞത്? എന്താണ്? 0 1ന്റെ ഡെറിവേറ്റീവ് 0. ഇനി മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് 1. ആൻസർ എന്ത് വരും? -1. പിടികിട്ടിയോ? നമ്മുടെ ആ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അപ്ലൈ ചെയ്യുന്നതേ ഉള്ളൂ. നോക്കിക്കോണേ. ഇയാളിങ്ങനെ അങ്ങ് വലുതായിട്ട് വലിയ ടേം ഒക്കെ ആയിട്ട് പോകുന്നു. നോക്കിക്കോ, എക്സ് പ്ലസ് 1/x പ്ലസ് 1/x പ്ലസ് 1/x പ്ലസ് എന്ന് പറഞ്ഞ് പോകുന്നു. ഓക്കെ, നോക്കിക്കോ, ഞാൻ ഇവിടം തൊട്ടുള്ള ആൾക്കാരെ ഒന്ന് മാറ്റി എഴുതുക. ഓക്കെ, എക്സ് പ്ലസ് 1/x പ്ലസ് 1/x പ്ലസ് എക്സെട്ര. ഇതെന്ന് പറയുന്നത് നമ്മുടെ y തന്നെയല്ലേ? പിടികിട്ടിയോ? ഈ അപ്പൊ എനിക്ക് ഇതിനെ എക്സ് പ്ലസ് 1 ഡിവൈഡ് ബൈ ഇതിനെ പിടിച്ച് ഞാൻ മാറ്റി എഴുതിയപ്പോഴല്ലേ y കിട്ടിയത്. എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടായോ? ആ ഡിനോമിനേറ്ററിൽ വരത്തില്ലേ? എന്ന് വെച്ചാൽ y ഈക്വൽ ടു എക്സ് പ്ലസ് 1/y എന്ന് ഞാൻ എഴുതി. ഇനി നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്ത് വരും? ഈക്വൽ ടു xy പ്ലസ് 1 ഡിവൈഡ് ബൈ y എന്ന് വരും. ഓക്കെ, നോക്കിക്കോണേ, y ഈക്വൽ ടു xy പ്ലസ് 1 ഡിവൈഡ് ബൈ y എന്ന് പറയും. ഇതിനെ ഞാൻ ഇങ്ങോട്ട് അങ്ങ് കൊടുക്കുന്നു. അപ്പൊ എനിക്ക് എന്ത് വരും? y സ്ക്വയർ ഈക്വൽ ടു xy പ്ലസ് 1. ഇത് ഏകദേശം ഒരു ഇംപ്ലിസിറ്റ് ഫോമിലാണ് കിടക്കുന്നത്. അപ്പൊ ഞാൻ സ്റ്റാൻഡേർഡ് ഫോമിലാക്കാൻ ഇവരെ എല്ലാം പിടിച്ച് ഇപ്പുറത്തോട്ടാക്കി കൊടുക്കുന്നു. ഓക്കെ,
ഈക്വൽ ടു 0 എന്ന് കൊടുക്കുന്നു. പിടികിട്ടിയോ ഈ ഒരു സ്റ്റെപ്പ്? ഞാൻ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്തിട്ട് എഴുതിയതാണ്. y സ്ക്വയർ ഈക്വൽ ടു ഈ y ഇങ്ങോട്ട് പോകുമ്പോൾ y സ്ക്വയർ വരുന്നു ഈക്വൽ ടു എക്സ് പ്ലസ് വൈ പ്ലസ് 1. ഇനി നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് വെച്ചാൽ ഒരു ഈക്വൽ ടു 0 എന്നാക്കണം. അപ്പൊ ഈ കിടക്കുന്നതിനെ എല്ലാം പിടിച്ച് ഇപ്പുറത്തോട്ട് ഇട്ടു. y സ്ക്വയർ മൈനസ് എക്സ് വൈ, ഈ എക്സ് വൈ ഇപ്പുറം വരുമ്പം മൈനസ് എക്സ് വൈ, 1 ഇപ്പുറം വരുമ്പം മൈനസ് 1 ഈക്വൽ ടു 0. പിടികിട്ടിയോ മക്കളെ? ഇനി dy/dx കണ്ടുപിടിക്കാൻ ഓക്കെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? മൈനസ് എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ എഫ് ഡാഷ് ഓഫ് വൈ, നമ്മുടെ ഇംപ്ലിസിറ്റിന്റെ ഫോർമുല ഉപയോഗിച്ചാൽ മതി. നോക്കാം. മൈനസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ ആയിട്ട് ഇംപ്ലിസിറ്റ് ചെയ്യുന്ന രീതിയിലും ചെയ്യാം. പക്ഷെ ഇതിൽ നമുക്ക് ഒറ്റയടിക്ക് ആൻസർ കിട്ടുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എക്സ് ഉള്ള ടേം മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യാവുള്ളൂ, ബാക്കിയെല്ലാം 0 ആകും. അപ്പൊ എക്സ് വരുന്നത് ഇവിടെ y കോൺസ്റ്റന്റ് ആവുന്നതുകൊണ്ട് ഇവിടെ 0 ആയി പോകും. അപ്പൊ മൈനസ് ഓഫ് 0 മൈനസ് എന്താ ഇവിടെ മൈനസ് എക്സ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ്. നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് വരും? 1 ആണോടാ മോനെ? എക്സ് അങ്ങ് പോയി കഴിഞ്ഞാൽ ബാക്കി ആര് നിൽക്കും? ഓക്കെ, വൈ. ഓക്കെ, എന്നിട്ട് മൈനസ് 1ന്റെ ഡെറിവേറ്റീവ് 0. പിടികിട്ടിയോ? ഡിവൈഡഡ് ബൈ. ഇനി താഴെ y വെച്ചുള്ള ഡെറിവേറ്റീവ് അല്ലേ എടുക്കുന്നത്? അപ്പോൾ y ഉള്ള ടേംസിനെ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. അങ്ങനെയും ചെയ്യാം. ഇനി y സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? പെട്ടെന്ന് പറഞ്ഞേ. y സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2y വരും. ഇനി y ഉള്ളത് ഈ ടേം അല്ലേ? അപ്പൊ നമ്മൾ മൈനസ് ഇട്ടു. ഇനി എക്സ് വൈ y വെച്ച് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കാം, y അങ്ങ് വെട്ടിപ്പോകും. അപ്പൊ നമുക്ക് ബാക്കി ആരെ നിൽക്കും? എക്സ് നിൽക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരും? 2y എന്ത്? 2y. ഓക്കെ, നമുക്ക് ഇതെന്ത് വരും? ഇത് ഇങ്ങോട്ടും എടുക്കുമ്പം മൈനസും മൈനസും കൂടെ ചേർന്ന് പ്ലസ് y ആകും. ഡിവൈഡ് ബൈ 2y മൈനസ് എക്സ് വരും. കിട്ടിയോ? ഇങ്ങനെയാണ് ചെയ്യുന്നത്. y ഡിവൈഡ് ബൈ 2y മൈനസ് എക്സ്. ഓക്കെ, അടുത്തതിലോട്ട് പോവാണേ. നോക്കിക്കോ, നമ്മളിത് ചോദിച്ചിരിക്കുന്നത് ലോഗ് ബേസ് 10 ആണ്. ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസറിൽ നോക്കേ, നമുക്ക് കുറച്ച് ഇയും എല്ലാം ഉണ്ട്. ഓക്കെ, നമ്മൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ ഒരു ഇക്വേഷൻ പഠിക്കുന്നില്ലേ? 1 ഇത് നമ്മൾ ഡയറക്റ്റ് ഇക്വേഷനിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, നോക്കിക്കോ. 1/x ലോഗ് 10 ടു ദ ബേസ് ഇ. ഇത് ഓൾറെഡി ഒരു ഇക്വേഷനിൽ നമ്മൾ ഇക്വേഷനായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അത് വെച്ച് നമുക്ക് 1/x ഇൻറ്റു ലോഗ് 10 ടു ദ ബേസ് ഇ എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആണോ? ഇതൊരു ഇക്വേഷൻ ആണ്. നമ്മൾ ആ ഇൻട്രൊഡക്ഷനിൽ ഞാൻ കൊടുത്ത ഒരു ഇക്വേഷൻ ആണിത്. കേട്ടോ മക്കളെ? ഇനി നമ്മുടെ ആൻസേഴ്സ് നോക്കേ. 1/x ദാ ഇവിടെയുണ്ട്, ഇവിടെയുണ്ട് ഒരു ലോഗിന്റെ ടേം. പക്ഷെ എല്ലാം മണ്ടയ്ക്കാണ്. താഴെ ഒന്നും ഓപ്ഷൻ ആയിട്ട് ലോഗിന്റെ ടേം താഴെ ഒന്നും ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ ലോഗറിഥത്തിൽ പഠിച്ചിട്ടുണ്ട്. ഇയാള് മണ്ടയ്ക്ക് പോകുമ്പോൾ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ നമ്മുടെ ബേസും എന്തായിട്ട് മാറും? ചേഞ്ച് ആകും. ബേസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആകും. ലോഗറിഥം കൂടെ നോക്കണേ. ഓക്കെ, നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഈ 10 ബേസിൽ വരും. ഓക്കെ, റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1/log b ടു ദ ബേസ് a എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പഠിച്ചാണ്. ലോഗ് a ടു ദ ബേസ് b ആയിട്ട് വരും. ആ ഒരു പ്രോപ്പർട്ടി ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ആള് മണ്ടയ്ക്ക് പോകുമ്പോൾ റെസിപ്രോക്കൽ ആയിട്ട് പോകും. അതായത് നമ്മുടെ ബേസ് അങ്ങ് ചേഞ്ച് ചെയ്യും. ലോഗ് ഇയും വരും, താഴെ 10ഉം വരും. ഇവിടെ 10ഉം ഇവിടെ ഇയും ആയിരുന്നെങ്കിൽ നേരെ തിരിയും. ഈ മണ്ടയ്ക്കും വരും,
10 താഴെയും വരും. അപ്പൊ ആൻസർ ഇതാണ്, ഓർ 1/x log e to the base 10. എന്തേ, ഇതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ. ക്ലിയർ ആയോ? നമ്മുടെ പ്രോപ്പർട്ടി ഉപയോഗിച്ചെന്നേ ഉള്ളൂ. ക്ലിയർ ആയോ? അടുത്തലോട്ട് പോവാണേ. ആയേ? ക്ലിയർ ആയേ? ഓക്കെ. ഇനി y ഈക്വൽ ടു log റൂട്ട് tan x. ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ ചെയിൻ റൂൾ വെച്ച് ഓരോന്നിന്റെയും ഡെറിവേറ്റീവ് എടുത്ത് പോയാൽ മതി. dy ബൈ dx ഈക്വൽ ടു log എക്സിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 1/x വരും. ഇവിടെ ആരാണ് കിടക്കുന്നത്? റൂട്ട് ടാൻ എക്സ് ആണ്. അപ്പൊ എന്ത് വരും? 1/റൂട്ട് ടാൻ എക്സ് വരും. ഇൻറ്റു ഇനി ആരുടെ ഡെറിവേറ്റീവ് എടുക്കും പറയാവോ? നമ്മള് റൂട്ടിന്റെ ഡെറിവേറ്റീവ് എടുക്കും. നോക്കിക്കോ, റൂട്ടില്ലേ കിടക്കുന്നത്, അയാളെ എടുക്കും. ആദ്യമേ ലോഗ് ആയിരുന്നു, അതിന് ശേഷം കിടക്കുന്നത് ആരാ? വെളിയില് റൂട്ടാണ്. അതിന് ശേഷമാണ് ടാൻ അകത്ത് കിടക്കുന്നത്. ശ്രദ്ധിച്ചോണേ, ആ ഒരു ഫോമേഷൻ ഓരോന്നിന്റെ ഉള്ളിലുള്ളതിനെയാണ് നമ്മൾ ഡെറിവേറ്റീവ് എടുത്തു പോകുന്നത്. ഇനി നോക്കിക്കോ, ഡെറിവേറ്റീവ് ഓഫ്, ഞാൻ എഴുതാം, റൂട്ട് ടാൻ എക്സ് നമ്മൾ ചെയ്യും. ഇൻറ്റു ഇനി അടുത്തതാണ് നമ്മുടെ റൂട്ടിന് ശേഷം കിടക്കുന്നതാണ് അടുത്ത ആള്, ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ്. ഇത്രയും ഡെറിവേഷൻ ഉണ്ട്. എത്ര ഫംഗ്ഷൻ ഉണ്ടെന്ന് നോക്കിക്കോ, ലോഗ് ഉണ്ട്, റൂട്ട് ഉണ്ട്, ടാൻ ഉണ്ട്. അപ്പോൾ നമ്മൾ 3 ഡെറിവേറ്റീവും വേണം. ക്ലിയർ ആയോ ചെയിൻ റൂള്? അപ്പോൾ നമുക്ക് നോക്കിക്കോ, ഇത് അതേപോലെ വന്നു. അത് നമ്മൾ ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എടുത്ത ഇൻറ്റു റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് എന്തോ മക്കളെ? 1/2 റൂട്ട് എക്സ്. ഇവിടെ 2 റൂട്ട് ടാൻ എക്സ് വരും. വെരി ഗുഡ്. ഇൻറ്റു ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്തുവാ? വെരി ഗുഡ്, 6² x. അപ്പൊ നമ്മളെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് നോക്കിക്കോ, ഞാൻ മണ്ടയ്ക്ക് 6² x അതേപോലെ എഴുതി, ഡിവൈഡഡ് ബൈ 2 എഴുതി, റൂട്ട് ടാൻ എക്സ് റൂട്ട് ടാൻ എക്സ്. അപ്പൊ നമ്മ എന്ത് വരും? വെരി ഗുഡ്, ടാൻ എക്സ് വരും. അപ്പൊ നമുക്ക് dy ബൈ dx നമുക്ക് കിട്ടി. എന്താണ്? 6² x ബൈ 2 ടാൻ എക്സ്. നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വിലയാണ്. അറ്റ് എക്സ് ഈക്വൽ ടു π/4. അപ്പൊ നോക്കാം, അത് എക്സിന്റെ വില അങ്ങ് കൊണ്ടിട്ട് കൊടുത്താൽ പോരെ? എക്സ് ഈക്വൽ ടു π/4 ഇട്ട് കൊടുത്തു. എന്തുവരും? 6² π/4 ഡിവൈഡഡ് ബൈ 2 ടാൻ π/4. സിക്ക് π/4ന്റെ വില എന്തോ? സിക്ക് 45. കോസിന്റെ റെസിപ്രോക്കൽ നോക്കിയാൽ മതി. എന്തുവാ? വെരി ഗുഡ്, റൂട്ട് ടു. വെരി ഗുഡ്, റൂട്ട് 2² ബൈ 2 ഇൻറ്റു ടാനിന്റെ വില 1. അങ്ങിട്ട് കൊടുത്താൽ മതിയല്ലോ. എന്തൊരു ആൻസർ? 2/2 വരും, വിച്ച് ഇസ് ഈക്വൽ ടു 1. അപ്പൊ ഇത്രയുള്ള സംഭവം. ഓക്കെ, മറ്റേ ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പിന്നെ നമ്മുടെ എന്നതാ ഇതിന്റെ കൂടെ ഒരു ഇക്വേഷൻ, നമ്മുടെ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് ഇല്ലേ, അതിന്റെ കൂടെ ഞാൻ നിങ്ങൾക്ക് ഒരെണ്ണം ഇട്ടേക്കാം കേട്ടോ. ഞാൻ മറന്നുപോയതല്ല, ഇട്ടേക്കാം. താങ്ക് യു.